സ്റ്റാർട്ട് ചെയ്യാം. സോ അടുത്ത ഹെഡിങ് ഇടുക, ആന്റി നേറ്റൽ ഡയഗ്നോസിസ്. ചോദ്യം വരും, എക്സാമിൽ എപ്പോഴും ചോദ്യം വരുന്ന ഭാഗമാണ് ആന്റി നേറ്റൽ ഡയഗ്നോസിസ്. എന്തായിരിക്കും ആന്റി നേറ്റൽ എപ്പോഴും കൂടുതൽ ചെയ്യുന്നത്? എന്താ ടെസ്റ്റ് ഏതൊക്കെയാണ്? ആന്റി നേറ്റൽ ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്ത ടെസ്റ്റ് ചെയ്ത അൾട്രാസൗണ്ട് അല്ലേ, USG അല്ലേ? അതുകൊണ്ടല്ലോ ആന്റി നേറ്റലിനകത്ത് എപ്പോഴും കൂടുതൽ ചെയ്ത് ടെസ്റ്റ് ചെയ്ത അൾട്രാസൗണ്ട് അല്ലേ? അല്ലേടെ പറഞ്ഞില്ല, ഉത്തരം പറഞ്ഞു. ആന്റി നേറ്റൽ കെയറിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഏറ്റവും വലിയ ടെസ്റ്റ് എപ്പോഴും USG അല്ലേ? എപ്പോഴും മാക്സിമം ആയിട്ട് USG ആണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? USG എന്തിനു വേണ്ടി ചെയ്യുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ. USG എന്തിനു വേണ്ടി ചെയ്യുന്നത്? USG എന്തിനു വേണ്ടി ചെയ്യുന്നത്? ആ പറഞ്ഞ അൾട്രാസൗണ്ട് വേവ്സ് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആ ഒരു ഓർഗന്റെ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ടോ? അൾട്രാസൗണ്ട് വേവ്സ് എപ്പോഴും ഈ പറഞ്ഞ ഓർഗന്റെ ഇമേജ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യാറില്ലേ? അല്ലെ? ഇവിടെ വരുമ്പോൾ ഇത് യൂട്രസിനകത്തുള്ള ഓർഗൻസിന്റെയും വരാറില്ലേ? ഫീറ്റസ് മാത്രമാണോ? ഫീറ്റസ് മാത്രമല്ല, യൂട്രസിനകത്തുള്ള ഓർഗൻസിന്റെയും ഇമേജ് നോക്കുന്ന USG വഴിയല്ലേ? ഇവിടെ മറക്കരുത്, അൾട്രാസൗണ്ട് എപ്പോഴും യൂട്രസിനകത്തുള്ള ഓർഗൻസിന്റെയും ഫീറ്റസിന്റെയും ഇമേജ് എപ്പോഴും നോക്കുന്നത് USG വഴിയാണ്. ഫീറ്റസ് മാത്രമല്ല, എപ്പോഴും തെറ്റായ കാര്യം മാറ്റുക, ഫീറ്റസ് മാത്രമല്ല, ഈ അൾട്രാസൗണ്ട് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും യൂട്രസിനകത്തുള്ള ഓർഗൻസിന്റെ ഇമേജ് നോക്കാറില്ലേ? അതല്ലേ USG അല്ലേ? ശരിയല്ലേ? സോ നോക്കാം, USGയുടെ അനാലിസിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ്? USG അനാലിസിസ് പഠിക്കുമ്പോൾ അവിടെ ചോദ്യം വരും, പഠിക്കാതെ പോകുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്, കൺഫ്യൂഷൻ ആയി പോകുന്ന കാര്യമാണ്. നോക്കാം, USG അനാലിസിനകത്ത് ഫസ്റ്റ് വരുന്ന കാര്യമാണ് എന്താ ഗ്രാവിഡ എന്ന് പറയുന്നത്? എന്താണ് ഗ്രാവിഡ? എപ്പോഴും കുറെ ടേംസ് എപ്പോഴും എക്സാമിന് ഇത് ഓപ്ഷനകത്ത് ടേംസ് ആണ്. ഇനി പറയാൻ പോകുന്ന കുറച്ച് ഭാഗം എപ്പോഴും ഓപ്ഷനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഓപ്ഷനകത്ത്, ചോദ്യമായിട്ടല്ല, ഓപ്ഷനകത്ത് വരും. എന്താണ് ഗ്രാവിഡ? ഒരു പ്രഗ്നന്റ് വുമനെ വിളിക്കുന്ന പേരെന്താ? പ്രഗ്നന്റ് വുമനെ വിളിക്കുന്ന പേരെന്താ? USGക്ക് അകത്ത് ഫസ്റ്റ് പറയാൻ പോകുന്ന കാര്യം USG നോക്കുന്നതിന് വേണ്ടി അറിയാലോ, എല്ലാം പറഞ്ഞില്ലേ? USG അതിനകത്ത് വരുന്ന കാര്യമാണ്. USGയിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത്? ശരിയല്ലേ? USGക്ക് അകത്ത് നമ്മൾ എന്തൊക്കെ നോക്കാറില്ലേ? അതിനകത്തല്ലേ എന്ത് ഗ്രാവിഡാണ് നോക്കാറില്ലേ? പ്രഗ്നന്റ് വുമനെ നോക്കാറില്ലേ? നോക്കാറുണ്ടോ? ഉത്തരം പറഞ്ഞാൽ മതി. ഉണ്ടോ? ഉണ്ട്, നോക്കാറില്ലേ? USGക്ക് നോക്കാറുണ്ടോ? നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ വിചാരം USG എന്ന് പറയുമ്പോൾ എന്താണ് വെറുതെ അപ്ഡൗൺ വെറുതെ ചുമ്മാ സ്കാൻ ചെയ്യുക എന്ന് മാത്രമല്ലേ? പക്ഷെ USG എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ബാക്കി എല്ലാം വരില്ലേ? എന്ത് ഗ്രാവിഡ എന്നോ പാരോ എന്നൊക്കെ നോക്കാൻ പറ്റില്ലേ? സോ എന്താണ് ഗ്രാവിഡ? എന്താ ഗ്രാവിഡ മീൻസ്? ചോദ്യം വരും, ഗ്രാവിഡ എന്ന് പറഞ്ഞതാ. USG അനാലിസിസിനകത്ത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന കാര്യമാണ് ഗ്രാവിഡ. എന്താ ഗ്രാവിഡ? ചോദ്യം വരും. പ്രഗ്നന്റ് വുമനെ വിളിക്കുന്ന പേരെന്താ? പ്രഗ്നന്റ് ആയ വുമൺ വിളിക്കുന്നത് നമ്പർ ഓഫ് പ്രഗ്നൻസി അല്ല. പ്രഗ്നന്റ് വുമൺ ഒരാൾ പ്രഗ്നന്റ് എന്ന് വിളിക്കാം. നമ്പർ ഓഫ് പ്രഗ്നൻസി അല്ല, ഒരാൾ പ്രഗ്നന്റ് എന്ന് വിളിക്കാം. പ്രഗ്നന്റ് ആയാലും എന്ത് വിളിക്കും? ചോദ്യമാണ്. എന്ത് വിളിക്കാം? ഗ്രാവിഡ. സിമ്പിൾ ആയിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമനെ വിളിക്കുന്ന പേരെന്താ? ചോദ്യം വരുവേ, സിമ്പിൾ ആയിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമനെ പറഞ്ഞ പേരെന്താ? ഗ്രാവിഡ. മറക്കരുത്. അതേസമയം എന്താണ് പാര? എന്താണ് പാര? എന്താ? പേര എന്താ? പേര 20 ആഴ്ചയിൽ കൂടുതൽ അല്ലെങ്കിൽ 500 ഗ്രാം വെയിറ്റിന് മുകളിലുള്ള ഒരു വയബിൾ ഫീറ്റസിനെ പ്രൊഡ്യൂസ് ചെയ്ത് വിളിക്കാം. 20 ആഴ്ചയിൽ കൂടുതൽ അല്ലെങ്കിൽ 500 ഗ്രാമിന് മുകളിലുള്ള ഒരു വയബിൾ ഫീറ്റസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അത് ലിവിങ് ആണോ, മരിച്ചു എന്ന് ബാധകമാണോ? അത് ലിവിങ് ആണോ, മരിച്ചു പോയത് ബാധകമാണോ? ഇല്ല. പക്ഷെ ഒരു കാര്യം, 20 ആഴ്ച കൂടുതൽ അല്ലെങ്കിൽ 500 ഗ്രാം വെയിറ്റിന് മുകളിലുള്ള വയബിൾ ഫീറ്റസിനെ പ്രൊഡ്യൂസ് ചെയ്തെന്ന് വിളിക്കാം. പേരയല്ലേ?
അത് ലിവിങ് ആണോ ഡെത്ത് ആയോ എന്ന് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ 20 ആഴ്ച കഴിഞ്ഞു, അല്ലെങ്കിൽ 500 ഗ്രാം വെയിറ്റ് കൂടുതലുണ്ട്, വയബിൾ ഫീറ്റസിനെ പ്രൊഡ്യൂസ് വിളിക്കാം പാര. ശരിയല്ലേ? അല്ലേ? കൺസീവ് ചെയ്ത് കഴിഞ്ഞു, 20 ആഴ്ച കഴിഞ്ഞു, 500 ഗ്രാം വെയിറ്റ് ഉണ്ട്, ഒരു വയബിൾ ഇൻഫാനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വിളിക്കാം? പാര അല്ലെങ്കിൽ പാരിറ്റി ആണോ? പാരിറ്റി കേട്ടിട്ടുണ്ട്? പാരിറ്റി, 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 പാരിറ്റി കേട്ടിട്ടുണ്ടോ? ചോദിക്കട്ടെ. ഇത് പ്രഗ്നന്റ് വുമൺ പറയുന്നത് എന്താ? പ്രഗ്നന്റ് വുമൺ പറയുന്ന പേരെന്താ? ഗ്രാവിഡ. ഗ്രാവിഡ അല്ലേ? 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 20 ആഴ്ച കൂടുതൽ അല്ലെങ്കിൽ 500 ഗ്രാം വെയിറ്റ് മുകളിലുള്ള ഒരു വയബിൾ ഫീറ്റസിനെ പൊളിച്ച് എന്താ? പാര. രണ്ടും കിട്ടിയത്, രണ്ടും കിട്ടിയത്. അത് ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് അവിടെ ബാധകമല്ല. അത് ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടോ ബാധകമല്ല. പാരിറ്റി. രണ്ട് കിട്ടിയല്ലോ, കിട്ടിയല്ലോ. ആൻഡ് തേർഡ് ഈസ് എല്ലാം അവിടെ ഇരുന്ന USCക്കകത്ത് കേട്ടോ പഠിക്കുന്ന. അവിടെ പണ്ട് പഠിക്കുമ്പോൾ ഇതറിയാമോ? ഇത് USCക്കകത്ത് പഠിക്കുന്ന അറിയാമല്ലോ? ഇല്ല. നിങ്ങൾ അവിടെ പഠിക്കാറില്ലേ? അവിടുന്ന് ഇവിടെ പഠിക്കാറില്ലേ? പാരയും പാരിറ്റി എല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്ന് മാത്രമേ അവിടെ നിന്ന് കുറച്ച് വായിച്ചു പോറല്ലേ? ശരിയല്ലേ? ഇതെല്ലാം വരുന്നത് എവിടെയാ? ഇത് USC അനാലിസിസ് അല്ലേ? USCയുടെ അനാലിസിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെയാണ്. പാരയും കിട്ടി, ഇപ്പൊ ഗ്രാവിഡയും കിട്ടി. ഇനി എന്താ പ്രൈമറി ഗ്രാവിഡ്? എന്താ? രണ്ടും കൂടെ ചേർന്ന് വരികയാണ്. പ്രൈമറി ഗ്രാവിഡ് എന്താ? പ്രൈമറി ഗ്രാവിഡ എന്താണ്? പ്രൈമറി ഗ്രാവിഡ തരം പറഞ്ഞേ. പ്രൈമറി ഗ്രാവിഡ എന്താ? ചോദ്യം വരും, ചോദ്യം വരും. ഇന്ന് അങ്ങോട്ട് പഠിക്കാൻ പോകുന്നെന്ന് ചോദ്യം ലാസ്റ്റ് ഭാഗത്തോട്ട് ചോദ്യം ഉറപ്പാണ്. അങ്ങോട്ട് ചോദ്യം ഉറപ്പാണ്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങോട്ട് ചോദ്യം. അതാണ് ഞാൻ ഇങ്ങനെ തന്നെ ഓടി വന്നിരുന്നത്. രാവിലത്തെ ബാച്ചിലെ ക്ലാസ് മാറ്റിവെച്ചു, ഉച്ചത്തെ മാറ്റിവെച്ചു. ഇന്നലെ നിങ്ങൾക്ക് എത്ര ബാച്ച് മാത്രം ഇന്നുള്ളൂ. നിങ്ങൾക്ക് ഇന്ന് 2 ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ഇന്ന് 2 ക്ലാസ് ഉണ്ട്. ഓക്കെ. ഇന്നത്തെ ബാക്കി എല്ലാ ബാച്ചിന്റെയും ക്ലാസ് മാറ്റിവെച്ചു. നിങ്ങൾക്ക് ഇന്നലെ പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ, പഠിപ്പിക്കാനല്ല റെക്കോർഡ് തരാൻ പറ്റുന്നു അല്ലേ? പഠിപ്പിച്ചില്ലേ? പഠിപ്പിച്ചില്ലേ? പഠിപ്പിച്ചു. പക്ഷെ റെക്കോർഡ് തരാൻ പറ്റില്ല അല്ലേ? റെക്കോർഡ് തരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാത്രം ഇന്ന് എന്താണ്? ഫുൾ ക്ലാസ് ഉണ്ട്. ഓക്കെ. ആഫ്റ്റർനൂൺ, നൈറ്റ്. So the pregnant woman എന്താ? ഗ്രാവിഡ. The pregnant woman എന്താ? ഗ്രാവിഡ. Next is the primary ഗ്രാവിഡ എന്താ? Pregnant woman ഗ്രാവിഡ. Next is primary ഗ്രാവിഡ എന്താ? Primary ഗ്രാവിഡ. Woman is at her first pregnancy. Woman is her first pregnancy വിളിക്കാം. First pregnancy എന്ന് വിളിക്കാം. ഇത് വിളിക്കാം. ഫസ്റ്റ് വിളിക്കാതെ പറഞ്ഞേ. ഫസ്റ്റ് പ്രഗ്നൻസി വിളിക്കാം. വിളിക്കാം. എന്ന് വിളിക്കാം. ഫസ്റ്റ് വിളിക്കാം. പ്രൈമറി എവിടെയാണോ? പ്രൈമറി മറ്റാണോ? പ്രൈമറി മറ്റാണോ? പറഞ്ഞേ. വുമൺ ഫസ്റ്റ് എന്ന് വിളിക്കാം. ഫസ്റ്റ് എന്ന് വിളിക്കാം. എന്താ? പ്രൈമറി ഗ്രാവിഡ അല്ലേ? അല്ലേ? ഫസ്റ്റ് ഒരു ഉത്തരം പറയട്ടെ. ഫസ്റ്റ് പ്രഗ്നൻസി വിളിക്കാം. ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് വിളിക്കാം. പ്രൈമറി ഗ്രാവിഡ. ഇനി എന്താണ് ഇത്? എൽഡർലി ഗ്രാവിഡ എന്താ? എൽഡർലി പ്രൈമറി ഗ്രാവിഡ എന്താ? എൽഡർലി പ്രൈമറി ഗ്രാവിഡ എന്ന് പറഞ്ഞെന്താ? എത്ര വയസ്സായി? എത്ര വയസ്സായി? എത്ര വയസ്സായി? 35 കഴിഞ്ഞോ? 35 കഴിഞ്ഞോ? അറിയില്ലേ? 35 കഴിഞ്ഞോ? SOR കഴിഞ്ഞോ? ഇറങ്ങി 35. ഇനി 35 കഴിഞ്ഞോ? ഉണ്ടോ ആരെങ്കിലും? ഉണ്ടോ? ഉണ്ട്. 35 വയസ്സിന് മുകളിലും ആദ്യമായിട്ട് പ്രഗ്നന്റ് വിളിക്കാം. 35 വയസ്സ് കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് പ്രഗ്നന്റ് എന്ത് വിളിക്കാം? വിളിക്കാം.
എന്ത് വിളിക്കാം സാർ? അങ്ങനെയൊന്നും പറയരുത്. നമ്മളെല്ലാം 22, 25 പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എന്താണ് കല്യാണം കഴിഞ്ഞില്ലേ? ശ്രദ്ധയില്ലേ? കേരളത്തിൽ പഠിച്ചു കഴിഞ്ഞ ഉടനെ കഴിഞ്ഞില്ലേ? 35 വയസ്സ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമായിട്ട് പ്രഗ്നന്റ് ആവുന്ന ഉമ്മണ്ണ പറയുന്ന പേരെന്താ? എൽഡർലി, എൽഡർലി പ്രൈവി ഗ്രാവിഡ. ഒരു കുട്ടിക്ക് ഈ അടുത്ത മാസം 26-ാം തീയതി എന്താണ് ഇതിന്റെ ഡെലിവറി ഡേറ്റ്? അത് എക്സാം എഴുതി സാർ ഞാൻ പോണോ? പറഞ്ഞു പോണമല്ലേ അല്ലേ? 26-ാം തീയതി എന്താണെന്ന് തോന്നുന്നു ഈ പറഞ്ഞ ഡേറ്റ് എന്താ ഡെലിവറി? സാർ ഞാൻ പോണോ? ഞാൻ പഠിക്കണോ? ഒന്നാമത് എന്താണ് സ്ട്രെയിൻ, സ്ട്രെസ് അല്ലേ? ഒന്നാമത് സ്ട്രെയിനും സ്ട്രെസ്സും അല്ലേ? അല്ലേ? ഇത് ഫസ്റ്റ് ഡെലിവറി ആയിരിക്കും. ഫസ്റ്റ് ഡെലിവറി ആണെന്ന് തോന്നുന്നു. അറിയില്ല. അതുകൊണ്ടോ സ്ട്രെസ് ഉണ്ടായിരിക്കോ? ഉണ്ടായിരിക്കോ? ആരും പഠിക്കോ സാർ? പഠിക്കണം, നോട്ട് എഴുതണം. എന്ത് ചെയ്യും സാർ? ഞാൻ പറഞ്ഞത് പ്രിന്റ് എഴുതാൻ പറ്റില്ലെങ്കിൽ പ്രിന്റ് എടുക്കും. 35 വയസ്സിന് മുകളിൽ ആദ്യമായിട്ട് ഇത് പ്രഗ്നന്റ് ആകുമെന്ന് വിളിക്കാം എൽഡർലി പ്രൈമി ഗ്രാവിഡ. ഇനി എന്താ മൾട്ടി? എന്താ മൾട്ടി ഗ്രാവിഡ? എന്താ മൾട്ടി എന്ന് പറയാൻ? എന്താ? ഒരു വുമൺ വുമൺ സെക്കൻഡ് അല്ലെങ്കിൽ അതിനൊക്കെ കൂടുതലല്ലേ? സെക്കൻഡോ തേർഡോ ദ മോർ പ്രഗ്നൻസി അല്ലേ? അല്ലേടെ അല്ലേ? രണ്ടോ അതിലധികമോ പ്രഗ്നൻസി എന്ന് വിളിക്കാം. രണ്ടോ അതിലധികമോ ദ പ്രഗ്നൻസി എന്ന് വിളിക്കാം മൾട്ടി മൾട്ടി ഗ്രാവിഡ. രണ്ടോ അതിലധികമോ ദ പ്രഗ്നൻസി വിളിക്കാം മൾട്ടി ഗ്രാവിഡ. അല്ലേ? രണ്ടോ അതിലധികമോ എന്ന് വിളിക്കാം മൾട്ടി ഗ്രാവിഡ അല്ലേ? 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 സോ ദ പ്രൈമി ഗ്രാവിഡ, എൽഡർലി പ്രൈമി ഗ്രാവിഡ, മൾട്ടി ഗ്രാവിഡ, ഈ മൂന്നും കിട്ടിയോ? പ്രൈമി ഗ്രാവിഡ, എൽഡർലി പ്രൈമി ഗ്രാവിഡ, മൾട്ടി ഗ്രാവിഡ, മൂന്നും കിട്ടിയോ? 3 മാർക്ക് കിട്ടിയോ? യെസ്, കിട്ടിയോ? കാരണം ഈ മൂന്നും നമ്മൾ മിസ്റ്റേക്ക് കൊണ്ട് അറിയാമോ? ദ പ്രൈമി പേര പോലുള്ള ദ പേര പഠിക്കും കൺഫ്യൂഷൻ ആവാറില്ലേ? ഈ മൂന്ന് നമ്മൾ ദ പേര പഠിക്കും കൺഫ്യൂഷൻ ആവാറില്ലേ? ആവാറുണ്ടോ? ഓവാറുണ്ടോ? എങ്കിൽ എന്താ ദ പ്രൈമി പേരെന്താ? ദ പ്രൈമി പേരെന്താ? പ്രൈമി പേരെന്താ? പ്രൈമി പേര എന്താ? പ്രൈമി പേര എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമി എന്താണ് പ്രൈമി പേര? എന്താ 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 എന്തായിരിക്കും? എന്തായിരിക്കും പ്രൈമി പേര? കമന്റ് ചെയ്ത എനിവൺ. 20 വീക്കിന് മുകളിലോ 500 ഗ്രാമുള്ള കുഞ്ഞിനെ ഡെലിവർ ചെയ്തതാണോ? ഡെലിവർ ചെയ്തതാണോ? 20 വീക്കിന് മുകളിലോ 500 ഗ്രാം ഉള്ള കുഞ്ഞിനെ ഡെലിവർ ചെയ്ത ഉമ്മനെ പറയുന്ന പേരാണോ പ്രൈമി പേര? യെസ്. ചോദ്യം വരും, ചോദ്യം എക്സാക്ട് ചോദിക്കും. യെസ് അല്ലേ? 20 വീക്കിന് മുകളിലോ 500 ഗ്രാമുള്ള കുഞ്ഞിനെ ഡെലിവർ ചെയ്ത ഉമ്മനെ പറഞ്ഞ പേരെന്താ? പ്രൈമി പേര. ഇനി മൾട്ടി പേരെന്താ? മൾട്ടി പേരെന്താ? അവിടെ അവിടെ ഒന്നോ അതിലധികമോ വയബിൾ ആയ ഇൻഫാനെ വിളിക്കാം. ഒന്നോ അതിലധികമോ വയബിൾ ആയിട്ടുള്ള ഇൻഫാനെ പ്രൊഡ്യൂസ് ചെയ്ത് വിളിക്കാം. ഒന്നോ അതിലധികമോ വയബിൾ ആയിട്ടുള്ള ഇൻഫാനെ പ്രൊഡ്യൂസ് ചെയ്ത് വിളിക്കാം മൾട്ടി പാര. ആണോ? ചോദ്യം വീണ്ടും. ഒരു വുമൺ, ഒരു ഇൻഫാനിന് എന്താണ് 500 ഗ്രാം മുകളിലുള്ള വെയിറ്റുള്ള കുഞ്ഞിനെ എന്താണ് 20 മന്ത്സിന് ശേഷം ഡെലിവർ ചെയ്ത് വിളിക്കാം. 500 ഗ്രാം വെയിറ്റുള്ള കുഞ്ഞിനെ 20 മന്ത്സിന് ശേഷം ഡെലിവർ ചെയ്ത് വിളിക്കാം പ്രൈമി പേരയുടെ പ്രൈമി പേര. വീണ്ടും രൂമ, വീണ്ടും അടുത്ത രൂമ. എന്താണ്? ഒരു വയബിൾ ഇൻഫാനിനെ ഒന്നോ അതിലധികമോ വയബിൾ ഇൻഫാനിനെ പ്രൊഡ്യൂസ് വിളിക്കാം. ഒന്നോ അതിലധികമോ വയബിൾ ഇൻഫാനെ പ്രൊഡ്യൂസ് വിളിക്കാം മൾട്ടി പേര. നെക്സ്റ്റ് ഇസ് എന്താ നള്ളിപ്പേരെന്താ? നള്ളിപ്പേരെന്താ?
സൗണ്ട് ഇല്ലേ? സൗണ്ട് കേൾക്കാമോ? സൗണ്ട് കേൾക്കാമോ? ഒരു വയബിൾ ആയിട്ടുള്ള ഇൻഫാനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുന്നത് എന്താ? ഒരു ഇൻഫാനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിളിക്കാം. ഒരു വയബിൾ ആയിട്ടുള്ള ഇൻഫാനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? ഒരു വയബിൾ ആയിട്ടുള്ള ഇൻഫാനെ പ്രൊഡ്യൂസ് ചെയ്ത വുമണിനെ വിളിക്കുന്ന പേരെന്താ? വെയിറ്റ് എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? പറയമീ. യെസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വെയിറ്റ് 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 ഒരു മിനിറ്റ് വെയിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വെയിറ്റ്. ഈ പറഞ്ഞില്ലേ പുതിയ സിസ്റ്റം പുതിയ സിസ്റ്റത്തിലുള്ള ഫങ്ഷൻസ് ഇല്ലേ? പുതിയ സിസ്റ്റത്തിലുള്ള ഫങ്ഷൻസ് ആദ്യം ഫെമിലിയർ ആയിട്ടില്ല. കാരണം നമ്മൾ സ്ഥിരമായ സംഭവം ഇല്ലേ? സ്ഥിരമായിട്ടുള്ള സംഭവത്തെ യൂസ് ചെയ്തു. സ്ഥിരമായിട്ടുള്ള സംഭവം യൂസ് ചെയ്ത് പെട്ടെന്ന് എന്താണ് പുതിയ പോയപ്പോ എന്താണ് അങ്ങോട്ട് ഫങ്ഷൻസ് ഇല്ലേ? കീസ് എല്ലാം ഒന്നും ഫെമിലിയർ ആയില്ല. അതാണ് മെയിൻ കാര്യം കേട്ടോ. ഈ സൗണ്ട് കേൾക്കാറുണ്ട്? സൗണ്ട് കേൾക്കാമല്ലോ? സൗണ്ട് കേൾക്കാമല്ലോ? യെസ്. ഇത്രയും ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ ആയി? ക്ലിയർ ആയി? എങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കാം, ഇത്രയും പറയണം. ചോദ്യം ചോദിക്കാം. എന്താ പ്രഗ്നന്റ് പറയുന്നത്? എന്താ പ്രഗ്നന്റ് ആയിട്ടുള്ള ഉമ്മനെ പറയുന്ന പേരെന്താ? പ്രഗ്നന്റ് ആയിട്ടുള്ള ഉമ്മനെ പറയുന്ന പേരെന്താ? ഉത്തരം ചറവറ പറഞ്ഞു. ഗ്രാവിഡ അല്ലേ? അല്ലേ? 20 ആഴ്ച കഴിയുന്നു. 500 ഗ്രാം വെയിറ്റുള്ള കുഞ്ഞിനെ, ഒരു വയബിൾ ഫീറ്റസിനെ പ്രൊഡ്യൂസ് വിളിക്കാം. എന്ന് വിളിക്കാം. ലിവിങ് ആണോ അത് നോൺ ലിവിങ് ആണോ പ്രശ്നമില്ല. പക്ഷെ എന്താണ് വയബിൾ ആയിട്ടുള്ള ഒരു ഇൻഫാനെ 500 ഗ്രാം വെയിറ്റ് വേണം 20 വീക്ക് കഴിഞ്ഞ് വിളിക്കാം. പേരല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വുമൺ ഫസ്റ്റ് പ്രഗ്നൻസി വിളിക്കാം. ഫസ്റ്റ് പ്രഗ്നൻസി പറയുന്ന പേരെന്താ? ഫസ്റ്റ് പ്രഗ്നൻസി പ്രൈമി ഗ്രാവിഡ ആണോ? പ്രൈമി ഗ്രാവിഡ. ആണ് 35 ഇയേഴ്സിന് മുകളിൽ ആദ്യമായിട്ട് പ്രഗ്നന്റ് വിളിക്കാം. 35 ഇയേഴ്സിന് മുകളിൽ ആദ്യമായിട്ട് പ്രഗ്നന്റ് വിളിക്കാം. എൽഡർലി 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 ബാക്കി പറഞ്ഞേ എൽഡർലി പേരാണോ? ഗ്രാവിഡ അല്ലേ? യെസ്. ക്ലിയർ. ഇനി ഒരാൾ ഈ പറഞ്ഞ ഒരിക്കലും ഇതായിട്ടില്ല. ഒരിക്കലും ഒരു വയബിൾ ഇൻഫാനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഒരു വയബിൾ ഇൻഫാൻ ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വിളിക്കാൻ പറ്റിയില്ല. ക്ലിയർ. ആൻഡ് ഗ്രാൻഡ് മൾട്ടിപ്പൽ എന്താ? നെക്സ്റ്റ് ഈസ് ആൻഡ് ഗ്രാൻഡ് മൾട്ടിപ്പൽ എന്താ? ഗ്രാൻഡ് മൾട്ടിപ്പൽ എന്താ? 7 or more ടൈംസ് വയബിൾ ഇൻഫാൻ പ്രൊഡ്യൂസ് ആകണോ? ഒരു വുമൺ 7 or more ടൈംസ് ഒരു വയബിൾ ഇൻഫാൻസിന് ജന്മം നൽകുന്ന പറയുന്ന പേരെന്താ? ഗ്രാൻഡ് മൾട്ടിപ്പൽ അല്ലേ? അല്ലേ?
7 or more times അല്ലേ? 7 or more times എന്താണ് വയബിൾ ഫീറ്റസിന് ജന്മം കൊടുക്കുന്നതിന് പറയുന്ന പേരെന്താ? ഇറ്റ് ഈസ് ഗ്രാൻഡ് മൾട്ടി പാര. നമ്മൾ കണ്ട എന്താ? USC അനാലിസിസ് അല്ലേ? USC അനാലിസിസ് ക്ലിയർ ആയി? USC അനാലിസിസ് ക്ലിയർ ആയി? ക്ലിയർ. നെക്സ്റ്റ് ഈസ് അടുത്തെന്താ? നെക്സ്റ്റ് ഈസ് എപ്പോഴും ചോദിക്കുക കാര്യമാണ്. ED എക്സ്പെക്ടഡ് ദ ഡേറ്റ് ഓഫ് ഡെലിവറി അല്ലേ? ശരിയാമോ? ഇത് പറഞ്ഞ ഈ USC അടുത്ത് നോക്കുന്നത് അതല്ലേ? USC കഴിഞ്ഞ അടുത്തതല്ലേ? USC കഴിഞ്ഞ നെക്സ്റ്റ് അതല്ലേ? ED എക്സ്പെക്ടഡ് ദ ഡേറ്റ് ഓഫ് ഡെലിവറി. നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? USC ഇല്ലാതെ എങ്ങനെ എക്സ്പെക്ടഡ് ദ ഡേറ്റ് ഓഫ് ഡെലിവറി കണ്ടുപിടിക്കും? USC ഇല്ലാതെ എങ്ങനെ എക്സ്പെക്ടഡ് ദ ഡേറ്റ് ഓഫ് ഡെലിവറി കണ്ടുപിടിക്കും? അതിന് ഫോർമുല പറഞ്ഞ പേരെന്താ? അതിന്റെ ഫോർമുല പറഞ്ഞ പേരെന്താ? എന്താ? ഇത് നാഗ്ലിസ് ഫോർമുലയാണോ? നാഗ്ലിസ് ഫോർമുലയാണോ? ആണോ? അതിന് എക്സാമിന് ചോദ്യമായിരുന്നു. അതാ ഫസ്റ്റ് ചോദ്യം. USC ഇല്ലെങ്കിൽ പണ്ട് നോക്കുന്നത് നാഗ്ലിസ് ഫോർമുല അല്ലേ? എങ്കിൽ ചോദ്യം ഇത് പഠിക്കുമ്പോൾ ഫസ്റ്റ് അറിയേണ്ട കാര്യം ദ ജസ്റ്റേഷണൽ ഏജ് എത്രയാ? ജസ്റ്റേഷണൽ ഏജ് എത്രയാ? ചോദ്യം വരും. എത്രയാ? 280 ദിവസം അല്ലെങ്കിൽ 40 വീക്കാണോ? ദ ജസ്റ്റേഷണൽ ഏജ് എപ്പോഴും 280 ദിവസം അല്ലെങ്കിൽ 40 വീക്ക് അല്ലേ? 40 വീക്ക്. ഇതിനൊരു കൃത്യമായി ഫോർമുല ഉണ്ട് അല്ലെ? അതാ എക്സാമിൽ ചോദിക്കുന്നത്. ഇതിന് നമുക്ക് ഫോർമുലയുണ്ട്, അത് കൃത്യമായിട്ട് എക്സാമിൽ ചോദിക്കും. എക്സാമിൽ ചോദിക്കുന്നത് ഇത് LMP തന്നിട്ട് ED ചോദിക്കാറില്ലേ? എക്സാമിന് LMP തന്നിട്ട് ED ചോദിക്കും അല്ലേ? ശരിയല്ലേ? എക്സാമിന് എപ്പോഴും LMP തന്നിട്ട് ED ചോദിക്കും. ഇത് സൗണ്ട് കേൾക്കാലോ. ഇത് അധികം എന്താണ്, അധികം എത്ര പഠിച്ചാലും വരും സ്കിപ്പ് ചെയ്ത് അവിടെ സ്കോർ ചെയ്തൂടെ? അവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്തുകൂടെ? ഒരു മാർക്ക് കിട്ടും. ഒരു മാർക്ക് ഉറപ്പിച്ച് കിട്ടും. ഒരു മാർക്ക് വേണ്ടേ? എന്തായിരിക്കും നോർമൽ ജസ്റ്റേഷണൽ ഏജ് എപ്പോഴും 250 ദിവസം 40 എന്ന് പറഞ്ഞു. എങ്കിൽ LMP തന്നാൽ EDD കാണും. LMP തന്നാൽ EDD എങ്ങനെ കാണാൻ പറ്റും? EDD ഈക്വൽ ടു ഇത് ലാസ്റ്റ് menstrual period plus 7 days plus the 9 months ആണോ? പഠിച്ചു വെക്കണം. EDD ഈക്വൽ ടു എന്താ? ലാസ്റ്റ് the menstrual period plus 7 days plus 9 months ആണോ? EDD ഈക്വൽ ടു LMP plus 7 days plus 9 months ആണോ? 9 months ആണോ? എക്സാമിന് EDD എന്നിട്ട് LMP ചോദിക്കാറുണ്ട് കേട്ടോ. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇത് 9 മാസം കണക്ക് പറഞ്ഞില്ലേ? 9 മാസം കണക്ക് പറയുമ്പോൾ എത്ര ദിവസമാ? 250 ഡേയ്സ് ആണോ? 9 മാസം കണക്ക് പറയുമ്പോൾ 280 ദിവസമാണോ? 9 മാസം എന്ന് കണക്ക് പറയുമ്പോൾ 280 ദിവസമാണോ? ആണ്. എത്ര വീക്കാ? 40 വീക്കല്ലേ? 40 വീക്കല്ലേ? 40 വീക്കല്ലേ? എങ്കിൽ മുന്നിൽ ചോദ്യമുണ്ട്. കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യത്തിന് ഞാൻ മാറ്റി ഒരു പുതിയ മാസവും പുതിയ വർഷവും കൊടുത്തിട്ടുണ്ട്. EDD എന്താണ്? നോക്കാം. അറിയാമോ? കയ്യിലൊരു പേനയും പേപ്പറും ഉണ്ടെങ്കിൽ നോക്കിക്കോളുക. നോക്കാം. മാർച്ച് 18 2025 ആണെങ്കിൽ എത്രയാ EDD? മാർച്ച് 18 2025 ആണെങ്കിൽ എത്രയായിരിക്കും? മാർച്ച് 18 2025 ആണെങ്കിൽ എത്രയായിരിക്കും? ഞാൻ ഫോർമുല പറഞ്ഞു. ഓർമ്മയുണ്ടോ? എത്രയാ? ആ 18 പ്ലസ് 7 ഡേയ്സ് പ്ലസ് 9 months അല്ലേ? ആ ഒരു 18 പ്ലസ് ക്വസ്റ്റിനകത്തുള്ള മാർച്ച് 18 എടുക്കുക. 18 പ്ലസ് 7 പ്ലസ് 9 months അല്ലേ? 18 7 25 കിട്ടും. 25 പ്ലസ് 9 എത്രയാ?
1 മാസം എന്താ? ഡിസംബർ 25 പഠിക്കാൻ സിമ്പിൾ എഴുത്. ഇത് രണ്ടും ഇവിടെ ഇമ്പോർട്ടന്റ്. രണ്ടും എപ്പോഴും ഇമ്പോർട്ടന്റ്. കിട്ടിയോ? നമ്മൾ ഏതൊക്കെ ടെസ്റ്റ് ചെയ്തു? രണ്ടും ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് USC കഴിഞ്ഞ് ഗ്രാവിഡിറ്റി, പാരിറ്റി എല്ലാം നോക്കി ശേഷം ദ എക്സ്പെക്ടഡ് ദ ഡേറ്റ് ഓഫ് ഡെലിവറി നോക്കി. ക്ലിയർ? ക്ലിയർ? USC കഴിഞ്ഞ് ഇത്രയും ക്ലിയർ ആയി. പാരിറ്റി എല്ലാം നോക്കി, ഗ്രാവിഡ് എല്ലാം നോക്കി ശേഷം എക്സ്പെക്ടഡ് ദ ഡേറ്റ് ഓഫ് ഡെലിവറി. ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ ആയി? ഇതുവരെ നോക്കി. ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യും? ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യും? ഇത് കഴിഞ്ഞ് എന്താണ് ചെക്ക് ചെയ്യുന്നത്? പേരയാണോ, പാരിറ്റി ആണോ, ഗ്രാവിഡ് ആണോ എല്ലാം നോക്കി EDD നോക്കി ഇതും ചെക്ക് ചെയ്യും. അറിയാം, അനുഭവം പറഞ്ഞു. ആംനോട്ടിക് ഫ്ലൂയിഡ് നോക്കൂ. ഇത് കഴിഞ്ഞ് ആംനോട്ടിക് ഫ്ലൂയിഡ് നോക്കൂ. പേരയും പാരിറ്റിയും EDDയും കഴിഞ്ഞ് ആംനോട്ടിക് ഫ്ലൂയിഡ് ആണോ ചെക്ക് ചെയ്യുന്നത് സ്കാനിങ്ങിൽ? പറഞ്ഞു, ഉത്തരം പറഞ്ഞു. പറഞ്ഞേ പറഞ്ഞു. നമ്മുടെ ആൻസർ അവിടെ ആംനോട്ട് ഫ്ലൂയിഡ് ആണോ? ആണ് അല്ലേ? ഇത് നോക്കാം, ആംനോട്ട് ഫ്ലൂയിഡ് അല്ലേ? ഇതെല്ലാം കഴിഞ്ഞതാണ് ആംനോട്ട് ഫ്ലൂയിഡ് ഓളിയും നോക്കില്ലേ? ഈ പറഞ്ഞ ബാക്കി എല്ലാം കഴിഞ്ഞ ശേഷം ആംനോട്ട് ഫ്ലൂയിഡ് ഓളി നോക്കാറില്ലേ? ഓളിയം നോക്കാറില്ലേ? അത് നോക്കാറുണ്ട്. ശേഷം എന്താണ്? പ്ലാസന്റയ്ക്ക് എന്തെങ്കിലും അനോമലീസ് ഉണ്ട് നോക്കാറില്ലേ? ആംനോട്ടിക് ഫ്ലൂയിഡ് ഓളിയം നോക്കാറുണ്ട്. പ്ലാസന്റയ്ക്ക് എന്തെങ്കിലും അനോമലീസ് ഉണ്ടോ നോക്കാറില്ലേ? ആ രണ്ട് കാര്യം, ഇത് കറക്റ്റ് ഓറിൽ ആ രണ്ട് കാര്യം ശേഷം നോക്കാറുണ്ട്. അവിടെ ഒരു ചോദ്യമുണ്ട്, കണ്ടുണ്ടായിരിക്കും. ആംനോട്ടിക് ഫ്ലൂയിഡിനകത്ത് ഒരു കേരള PSC എക്സാം ചോദ്യം ഉണ്ടായിരുന്നു. എത്രയാ ആംനോട്ടിക് ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാ? കൃത്യമായി പഠിക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റി ആംനോട്ടിക് ഫ്ലൂയിഡ് ചോദിക്കും. ആംനോട്ടിക് ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാ? മാക്സിമം ലൈവ് പഠിക്കുന്നവർക്ക് ചില മാർക്ക് കിട്ടും. കാരണം ചില പോയിന്റ് ഞാൻ നോട്ടിൽ കൊടുത്തിട്ടില്ല. ചില കാര്യം ഞാൻ പറയുന്ന കേട്ട് പഠിക്കുക. ശരിയല്ലേ? എന്തായിരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി ആംനോട്ടിക് ഫ്ലൂയിഡ് എത്രയാ? ഇറ്റ്സ് ഓൺലി ടു 1.0110 ആണോ? 1.010 ആണോ? 1.010 ആണോ സ്പെസിഫിക് ഗ്രാവിറ്റി ആംനോട്ടിക് ഫ്ലൂയിഡ്? 1.010 1.010 ആണോ? 1.010 ആണോ സ്പെസിഫിക് ഗ്രാവിറ്റി ആംനോട്ടിക് ഫ്ലൂയിഡ്? ചോദ്യം വരും. കിട്ടിയോ? അറിയില്ലല്ലോ കാര്യം. അറിയില്ലല്ലോ. ഇല്ല, പഠിച്ചല്ലോ. അത് പഠിച്ചു. ആ ഒരു പോയിന്റ് പഠിച്ചോ. സ്പെസിഫിക് ഗ്രാവിറ്റി പഠിച്ചോ. ഓർമ്മിക്കണം. സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാ? 1.010 അല്ലേ? 1.010 പഠിച്ചല്ലോ. ഇനി ആംനോട്ടിക് ഫ്ലൂയിഡ് അസിഡിക് ആണോ ആൽക്കലാണോ? അതും ഓർമ്മ വേണം. ആംനോട്ടിക് ഫ്ലൂയിഡ് അസിഡിക് ആണോ ആൽക്കലാണോ? ആൽക്കലൈൻ. മറക്കരുത്, ആൽക്കലൈൻ. മറക്കോടെ? ഇല്ല, ആൽക്കലൈൻ നിറം എത്രയായിരിക്കും ഇവിടെ? ഒരു 7 to 7.45 എത്തല്ലേ? അത് ചോദിക്കില്ല, ജസ്റ്റ് പറയണം. ആൽക്കലൈൻ മീൻസ് എന്ന് പറയുമ്പോൾ 7 to 7.4 അകത്തല്ലേ? അല്ലെ? ഒരു 7 to 7.45 എപ്പോഴും വരുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ചോദ്യങ്ങൾ ചോദിക്കട്ടെ. പഠിക്കും എങ്കിലും അത് മുൻകൂട്ടി ചോദിക്കും. ഏർലി പ്രഗ്നൻസിയിൽ എന്താ കളർ? എന്താ കളർ ഉണ്ടോ? ഏർലി പ്രഗ്നൻസിക്ക് ആംനോട്ടിക് ഫ്ലൂയിഡ് കളർ ഉണ്ടോ? ഏർലി പ്രഗ്നൻസി ആണെങ്കിൽ ആംനോട്ടിക് ഫ്ലൂയിഡിന് കളർ ഉണ്ടോ? ഇല്ല. കളർലെസ് അല്ലേ? ഏർലി പ്രഗ്നൻസിയിൽ ആംനോട്ടിക് ഫ്ലൂയിഡിന് കളർ ഇല്ല. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അറ്റ് ദ ടൈം ആണെങ്കിലോ, ടൈമിന് എന്താണ്? സ്ട്രോ കളർ. സ്ട്രോ മറക്കരുത്. സ്ട്രോ അല്ലേ? ഏർലി പ്രഗ്നൻസി ആണെങ്കിൽ കളറില്ല. ഏർലി പ്രഗ്നൻസി കളറില്ല. ദ ടൈം ആണെങ്കിൽ സ്ട്രോ കളറായി. ഇനി ദ ഗ്രീൻ വരുന്ന എപ്പോഴാ? ഗ്രീൻ ആംനോട്ടിക് ഫ്ലൂയിഡ് ദ ഗ്രീൻ വരുന്ന എപ്പോഴാ? പിന്നെ പഠിക്കുന്നതൊക്കെ ചോദിക്കും, മുൻകൂട്ടി ചോദിക്കുകയാണ്. ഗ്രീൻ എന്താ? മെക്കോണിയം സ്റ്റെയിൻഡ് ആണോ? മെക്കോണിയം സ്റ്റെയിൻഡ് ഉള്ളതാണോ?
ഗ്രീൻ കളർ വരാൻ കാരണം മെക്കോണിക് സ്റ്റെയിനിങ് ആണോ? ഗ്രീൻ കളർ വരാൻ കാരണം മെക്കോണിക് സ്റ്റെയിനിങ് ആയതുകൊണ്ട് തന്നെ. ആൻഡ് ഗോൾഡൻ കളർ ഓഫ് ആംനോട്ടിക് ഫ്ലൂയിഡ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഗോൾഡൻ കളർ ഓഫ് ആംനോട്ടിക് ഫ്ലൂയിഡ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? RH ഇൻകോമ്പാക്റ്റബിലിറ്റി. RH അല്ലേ ഗോൾഡൻ കളർ? RH അല്ലേ? ആൻഡ് ഗ്രീനിഷ് യെല്ലോ എന്തിരിക്കുന്നു? ഗ്രീനിഷ് യെല്ലോ ആണെങ്കിലോ പോസ്റ്റ് ടൈം അല്ലെങ്കിൽ പോസ്റ്റ് മെച്ചൂരിറ്റി. ഗ്രീനിഷ് യെല്ലോ ആണെങ്കിൽ പോസ്റ്റ് ടൈം അല്ലെങ്കിൽ പോസ്റ്റ് മെച്ചൂരിറ്റി അല്ലെ? മെച്ചൂരിറ്റി അല്ലേ? ഗ്രീനിഷ് യെല്ലോ ആണെങ്കിൽ പോസ്റ്റ് ടൈം അല്ലെങ്കിൽ പോസ്റ്റ് മെച്ചൂരിറ്റി. ആൻഡ് ഡാർക്ക് കളർ ആണെങ്കിലോ? ഡാർക്ക് കളർ ആണെങ്കിൽ കൺസീൽഡ് ഹെമറേജ് അല്ലെങ്കിൽ പ്ലാസന്റിയ അബ്രപ്ഷൻ അല്ലേ? ഡാർക്ക് കളർ ആണെങ്കിൽ കൺസീൽഡ് ഹെമറേജ് അല്ലെങ്കിൽ പ്ലാസൽ അബ്രപ്ഷൻ. ടൊബാക്കോ ജ്യൂസ് കളർ എവിടെന്നാ? ടൊബാക്കോ ജ്യൂസ് എന്താ? IUD ആണോ? ഇൻട്രാ യൂട്രൈൻ ഡെത്താണ്. ഇതെല്ലാം പഠിക്കും, വീണ്ടും പലയിടത്തായിട്ട് പഠിക്കും. ഇപ്പൊ ചോദിക്കട്ടെ, അമ്നോട്ടിക് ഫ്ലൂയിഡ് അസിഡിക് ആണോ ആൽക്കയാണോ? അമ്നോട്ടിക് ഫ്ലൂയിഡ് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ? ആൽക്കലൈൻ. ആൽക്കലൈൻ. ആൽക്കലൈൻ അല്ലേ? pH എത്രയാ? 7 to 7.45. ഏർലി പ്രഗ്നൻസി എന്ത് കളറാ? കളർ ഇല്ല, കളർലെസ് ആണ്. ടേം ആണ് എന്താ? സ്ട്രോ കളർ അല്ലേ? ടേം ആണെങ്കിൽ സ്ട്രോ കളർ ആണ്. മെക്കോണിക് സ്റ്റെയിൻഡ് ആണെങ്കിൽ ഗ്രീൻ കളർ ആണ്. ഗോൾഡൻ കളർ ഓഫ് അമ്നോട്ടിക് ഫ്ലൂയിഡ് ആണെങ്കിൽ RH ഇൻകോമ്പാക്റ്റബിലിറ്റി ആണ്. ഗ്രീനിഷ് യെല്ലോ ആണെങ്കിൽ പോസ്റ്റ് ടൈം ആണെങ്കിൽ പോസ്റ്റ് മെച്ചൂരിറ്റി ആണ്. ഡാർക്ക് കളർ ആണെങ്കിൽ കൺസീൽഡ് ഹെമറേജ് അല്ലെങ്കിൽ പ്ലാസന്റ അബ്രപ്ഷൻ ആണ്. ടൊബാക്കോ ജ്യൂസ് ആണെങ്കിൽ IUD. ക്ലിയർ? 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 ഇതൊക്കെ പിന്നീട് നമ്മൾ ഇത് അമ്നോട്ടിക് ഫ്ലൂയിഡിന് ഇത് ഓളിയം പഠിക്കില്ലേ? അമ്നോട്ടിക് ഫ്ലൂയിഡിന് ഓളിയം സെപ്പറേറ്റ് പഠിക്കുമ്പോൾ ഇത് ഇവിടെ ചെറിയൊരു വാക്ക് വന്നേ അല്ലേ? നമ്മൾ ഈ പറഞ്ഞ ഇവിടെ USC ഈ ഒരു വാക്ക് വന്നില്ലേ? അമ്നോട്ടിക് ഫ്ലൂയിഡ് വാക്ക് വന്നില്ലേ? അതുകൊണ്ടാ പറഞ്ഞത്. പഠിച്ചോ. ഒരു കാര്യം കേട്ട് കുറെ കാര്യം പഠിച്ചോ. ഈ പഠിക്കുമ്പോൾ അത് ഈസി ആയിരിക്കും കേട്ടോ. പഠിക്കുന്ന സമയത്ത് ഈസി ആയിരിക്കും. സോ നെക്സ്റ്റ് എന്ന് നോക്കാറുണ്ട്. ഇപ്പൊ പറഞ്ഞത് പ്ലാസന്റയുടെ അനോമലീസ് നോക്കാൻ വേണ്ടി സ്കാൻ ചെയ്യാറില്ലേ? US ചെയ്യാറില്ലേ? പ്ലാസന്റയുടെ അനോമലീസ് നോക്കാൻ ചെയ്യാറുണ്ട്. പിന്നെ എന്താ? ഫീമറൽ ലെങ്ത് നോക്കാറുണ്ടോ? ഫീമറൽ ലെങ്ത് നോക്കാറുണ്ട് വഴി, ആ സ്കാനിങ് വഴി ഫീമറലിന്റെ ലെങ്ത് നോക്കാറുണ്ടോ? ഫീമറൽ ലെങ്ത് നോക്കാറുണ്ട്. ലെങ്ത് നോക്കാറുണ്ടോ? ഉണ്ടോ അവിടെ? അബ്ഡമൽ സർക്കം നോക്കാറുണ്ടോ? അബ്ഡമൽ സർക്കംഫറൻസും ഹെഡിന്റെ ഇപ്പൊ കുഞ്ഞ് നോക്കാൻ വേണ്ടി, കുഞ്ഞിന്റെ ഹെഡിന്റെ നോക്കാൻ വേണ്ടി അബ്ഡോമലിന്റെ സർക്കിൾസ് നോക്കാറുണ്ടോ? അവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഫീറ്റൽ ദ ന്യൂട്രീഷൻ ഈസ് ദ ബെസ്റ്റ് മെഷേർഡ് യൂസിങ് ഏത് വഴിയാ? ഫീറ്റസിന്റെ ദ ന്യൂട്രീഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ഏത് വഴിയാ? അബ്ഡോമൽ സർക്കംഫറൻസ് ആണോ? ഇതിനകത്ത് ഫീറ്റസിന്റെ ന്യൂട്രീഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കുന്നത് ഏത് വഴിയാ? അത് പ്രത്യേകിച്ച് എടുത്ത് എഴുതിയിടുക. അത് പ്രത്യേകിച്ച് എടുത്ത് എഴുതി ചോദ്യം വരും. ഇത് എക്സാമിൽ ചോദിക്കും. ഫീറ്റസിന്റെ ന്യൂട്രീഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കുന്നത് എന്ത് വച്ചിട്ടാ? അത് പ്രത്യേകം തന്നെ ചോദിക്കും. അത് മെഷർ ചെയ്ത് വഴിയാ? അബ്ഡമൽ സർക്കംഫറൻസ് നോക്കിയാണ് ഫീറ്റസിന്റെ ന്യൂട്രീഷൻ സ്റ്റേറ്റസ് മെഷർ ചെയ്യുന്നത് ഏത് വഴിയാ? ഫീറ്റസിന്റെ ന്യൂട്രീഷൻ മെഷർ ചെയ്ത് ഏത് വഴിയാ? അബ്ഡമൽ സർക്കംഫറൻസ്. മറക്കും കാര്യം? ഇത് മറക്കും. ഫീറ്റസിന്റെ ന്യൂട്രീഷൻ മെഷർ ചെയ്ത എന്ത് വെച്ചാൽ ഫീറ്റസിന്റെ ന്യൂട്രീഷൻ മെഷർ ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ എന്ത് വെച്ചിട്ടാണെന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താ ഉത്തരം? അബ്ഡമൽ സർക്കംഫറൻസ് ആണോ? ഹെഡ് സർക്കംഫറൻസ് ആണോ? ക്രൗൺ ഹീൽ ലെങ്ത് ആണോ? എന്തായിരിക്കും ഇവിടെ? അബ്ഡമൽ സർക്കംഫറൻസ് അല്ലേ? ഫീറ്റസിന്റെ ന്യൂട്രീഷൻ എപ്പോഴും മെഷർ ചെയ്യുന്നത് വഴിയാണ് ഏതാ? അബ്ഡമൽ സർക്കംഫറൻസ് വഴിയാണെന്ന കാര്യം കൂടെ ഒരിക്കലും മറക്ക് ചോദ്യം വരും. പിന്നെ USG വഴി ഹാർട്ടിൽ നോക്കാറില്ലേ? USG വഴി ഹാർട്ടിൽ നോക്കാറുണ്ടോ? നോക്കാറുണ്ട് അല്ലെ? ഹാർട്ട് റേറ്റും എല്ലാ ഓർഗൻസിന്റെയും ഫങ്ഷൻസ് എല്ലാം USG നോക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് കാര്യം
നേരത്തെ പറഞ്ഞ ഗ്രാവിറ്റി, പാരിറ്റി അതെല്ലാം പഠിച്ചു. EDD പഠിച്ചു. USD ക്ലിയർ ആയോ? USD എന്ന ചാപ്റ്റർ ക്ലിയർ ആയി. എക്സാമിനേഷനകത്ത് വരുന്ന USD എന്ന ഭാഗം ക്ലിയർ ആയി. ഫസ്റ്റ് കാര്യം ക്ലിയർ ആയി പറഞ്ഞു. സാറാ പറഞ്ഞു എവിടെ ക്ലിയർ ആയോ? USD ക്ലിയർ ആയോ? ക്ലിയർ. നെക്സ്റ്റ് ഏതാ? USD കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അമിനോ സിന്തസിസ്. USD എന്തായിരിക്കും? USD കഴിഞ്ഞാൽ അടുത്തെന്താ? അമിനോ സിന്തസിസ്. എപ്പോഴാ ചെയ്യുന്നത്? അതാണ് ചോദ്യം. എപ്പോഴാ ചെയ്യുന്നത്? ഫസ്റ്റ് ചോദ്യം അതാണ്, എപ്പോഴാ ചെയ്യുന്നത്? അതാ ചോദ്യം. ഫസ്റ്റ് ചോദ്യം അതാ. USD കഴിഞ്ഞ് അമിനോ സിന്തസിസ് എപ്പോ ചെയ്യും? എനിയും ഐഡിയ ഉണ്ടോ? എപ്പോ ചെയ്യും? USD കഴിഞ്ഞ് എപ്പോ ചെയ്യും? ഒരു 15 to 20 വീക്സ് അല്ലേ? 15 മുതൽ 20 വീക്ക് അല്ലേ? 15നും 20നും ഇടയിലാണോ? 15നും 20നും ഇടയിലല്ലേ? 15 വീക്കിനും 20 വീക്കിനും ഇടയിലെ അമിനോ സിന്തസിസ് ചെയ്യുന്നത് ആണോ? അല്ലെ? ശരിയല്ലേ? 15 തൊട്ട് 20 വീക്കിനിടയിലല്ലേ? അവിടെ അമ്നോട്ടിക് ഫ്ലൂയിഡിനെ ആസ്പിറേറ്റ് ചെയ്യാറുണ്ടോ? ആസ്പിറേഷൻ ഓഫ് അമ്നോട്ടിക് ഫ്ലൂയിഡ് ആണോ ചെയ്യുന്നത്? ആണോടെ? 15 to 20 ആസ്പിറേഷൻ അമ്നോട്ടിക് ചെയ്യുന്നത്. ആസ്പിറേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ ആസ്പിറേഷൻ എങ്ങനെയാ? ഏത് വഴിയാ? അബ്ഡോമൻ വാൾ വഴിയാണോ? അബ്ഡോമൻ വാൾ അംബ്ലിക്കസിൽ താഴെ വഴിയാണോ? അബ്ഡോമൻ വാളിന്റെ താഴെ അംബ്ലിക്കസ് വഴിയാണോ? ആംനോട്ടിക് ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്യുന്നത്? അബ്ഡോമൻ വാളിന്റെ താഴെ അംബ്ലിക്കസ് വഴിയാണ്. ചോദ്യം വരും, അബ്ഡോമൻ വാളിന്റെ താഴെ നിന്നും അംബ്ലിക്കസ് വഴിയല്ലേ ആംനോട്ടിക് ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് വിളിക്കുന്ന പേരെന്താ? ആംനോ സിന്തസിസ്. അബ്ഡോമൻ വാളിന്റെ താഴെ വെച്ച് അംബ്ലിക്കസ് വഴി ആംനോട്ടിക് ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്യുന്ന അതിനെ പറഞ്ഞ പേരെന്താ? ആംനോ സിന്തസിസ്. എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി അങ്ങോട്ട്. എല്ലാ കാര്യവും ക്ലിയർ ആയോ? ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യമല്ല എക്സാമിന് ചോദിക്കും. ഇത് കിട്ടിയല്ലോ, 15-20 വീക്സ് കിട്ടി. അത് ഏത് വഴിയാണെന്ന് കിട്ടിയല്ലോ, ഏത് വഴി എടുക്കുന്നത് കിട്ടിയല്ലോ. അബ്ഡോമൻ വാളിന്റെ അംബ്ലിക്കസ് വഴി അല്ലേ? അംബ്ലിക്കസ് വഴി ആസ്പിറേറ്റ് ചെയ്യും 15-20 വീക്സ് ആണ്. എന്തിനു വേണ്ടിയത്? ചുമ്മാ വേണോ? അമ്നോ സിന്തസിസ് ചെയ്യുന്നതിന് വേണ്ടിയാ? എന്തോ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. എന്തോ ഒന്ന് കണ്ടുപിടിക്കുക. എന്തായിരിക്കും ഇവിടെ? ടു ഫൈൽ എന്തൊക്കെയാ? കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം നോക്കാൻ വേണ്ടിയാണോ? കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാൻ വേണ്ടിയാണോ? കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ നോക്കാൻ വേണ്ടി. എന്തൊക്കെയാ പ്രശ്നങ്ങൾ? ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങളാണ്. എന്തൊക്കെയാ നോക്കാൻ വേണ്ടി എക്സാമിൽ ചോദിക്കും. എന്തൊക്കെയാ? ആൽഫ ഫീറ്റോ പ്രോട്ടീൻ കൂടി നോക്കാണോ? ആൽഫ ഫീറ്റോ പ്രോട്ടീൻ കൂടിയോ നോക്കാൻ വേണ്ടിയാണോ? ആംനോട്ടിക് ഫ്ലൂയിഡ് നോക്കാൻ വേണ്ടിയാണോ? ഫസ്റ്റ് കാര്യം ഇതാണ്. ആൽഫ ഫീറ്റോ പ്രോട്ടീൻ AFP കൂടിയോ നോക്കാൻ വേണ്ടിയാണോ? എക്സാമിൽ ചോദ്യം വരുന്ന കാര്യമാണ്. AFP കൂടിൽ എന്ത് സംഭവിക്കും കുഞ്ഞിന്? സ്ഥിരം ചോദ്യമാണ്. ആംനോ സിന്തസിസ് ചെയ്തു, അവിടെ നോക്കിയ സമയത്ത് ഈ പറഞ്ഞ ആൽഫ ഫീറ്റോ പ്രോട്ടീൻ കൂടിയെങ്കിൽ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഇറ്റ് ഇൻഡിക്കേറ്റ് ഓപ്പൺ ന്യൂറൽ ട്യൂബ് ഡിഫക്ട് അല്ലേ? നമ്മൾ ഇത് വേറെ എവിടെയോ കമ്മ്യൂണിറ്റിയിൽ എന്തോ പഠിക്കാറില്ലേ? കമ്മ്യൂണിറ്റിയിൽ ഇത് ന്യൂറൽ ട്യൂബ് ഡിഫക്ട് വരാതിരിക്കാൻ വേണ്ടി എന്ത് കൊടുക്കാറുണ്ടല്ലോ? വൈറ്റമിൻ ആണോ? ഇവിടെയല്ല, കമ്മ്യൂണിറ്റിക്കകത്ത്. അത് കമ്മ്യൂണിറ്റിക്കകത്ത് നമ്മൾ ന്യൂട്രീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂട്രീഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോളിക് ആസിഡ്. അത് എത്രാമത്തെ വൈറ്റമിനാ? ഏത് വൈറ്റമിനാ? വൈറ്റമിൻ B12 ആണോ, B9 ആണോ, 11 ആണോ, 9 ആണോ? എന്താണ് ഫോളിക് ആസിഡ്? B9 അല്ലേ? B9 അല്ലേ? B9 അത് ഇതിന് മുമ്പല്ലേ?
അല്ലേ? അതൊക്കെ ഈ പറഞ്ഞ പ്രഗ്നന്റ് ആവുന്നതിന് കൊടുക്കാറില്ലേ? അല്ലേ? കൊടുക്കാറില്ലേ? ആംനോസിസ് ഒക്കെ ചെയ്യും മുമ്പേ തന്നെ ആ സമയത്ത് തന്നെ இந்த പ്രഗ്നൻസി പീരീഡ് തന്നെ കൊടുക്കാറ് ഫോളിക് ആസിഡൊക്കെ കൊടുക്കാറില്ലേ? കൊടുക്കാറില്ലേ? കൊടുക്കാറുണ്ട്. എന്തിനാ കൊടുക്കുന്നത്? ഇതുപോലുള്ള இந்த ന്യൂറോട്യൂബ് ഡിഫക്ട് വരാതിരിക്കാൻ പറ്റില്ലേ? ന്യൂറോട്യൂബ് ഡിഫക്ട് ഒന്നും വരാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊന്നും കഴിച്ചില്ല, പറഞ്ഞേ കേൾക്കില്ല. നിങ്ങളെ പോലെ ഒന്നും കഴിച്ചില്ല, സമയത്തിനും ഒന്നും കഴിച്ചില്ല. എന്താ അവസാനം എന്താണ്? ആംനോസിസ് ചെയ്തപ്പോ എന്താണ്? ആൽഫ ഫീറ്റോ പ്രോട്ടീൻ കൂടുതലാണ്, നല്ല എലിവേറ്റ് ആയിരിക്കുന്നു. കുട്ടിക്ക് എന്ത് വരാം? ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എന്താ? ഓപ്പൺ ന്യൂറോട്യൂബ് ഡിഫക്ട് വരാം. ഒന്നാമത്തെ കാര്യം കിട്ടിയോ? ആംനോസിസ് ചെയ്തപ്പോ ആൽഫ ഫീറ്റോ പ്രോട്ടീൻ കൂടി ഓപ്പൺ ന്യൂറോട്യൂബ് ഡിഫക്ട് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി എൽ എസ് റേഷ്യോ അതെന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? എൽ എസ് റേഷ്യോ ഏത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ദ ലങ് ഇമ്മച്യൂരിറ്റി അല്ലേ? ഇമ്മച്യൂരിറ്റി ആണോ? മെച്ചൂരിറ്റി അല്ലേ? ആ എൽ എസ് റേഷ്യോ ദ ലെസ് ദാൻ ദ ടു ഏതിരിക്കുന്നു? രണ്ടോ അത് താഴെ എതിരിക്കുന്നു. എൽ എസ് റേഷ്യോ ദ ലെസ് ദാൻ ടു, ദ ടു ആർ ദ ലങ് ഇമ്മച്യൂരിറ്റി അല്ലേ? ലങ് ഇമ്മച്യൂരിറ്റി. എൽ എസ് റേഷ്യോ നോക്കിയപ്പോ രണ്ടോ താഴെയാണെങ്കിൽ, എൽ എസ് റേഷ്യോ നോക്കിയപ്പോൾ രണ്ടോ താഴെയാണെങ്കിൽ ലങ് ഇമ്മച്യൂരിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എ എഫ് നോക്കില്ലേ? അല്ലേ? എൽ എസ് റേഷ്യോ അത് കുറയുമ്പോഴും നമ്മൾ എ എഫ് നോക്കാറുണ്ട്. എൽ എസ് റേഷ്യോ കുറഞ്ഞാൽ നമ്മളെപ്പോഴും എ എഫ് നോക്കാറുണ്ട്, ആൽഫ ഫീറ്റോ പ്രോട്ടീൻ നോക്കാറുണ്ട്. മറക്കരുത്, എൽ എസ് റേഷ്യോ കുറയുന്നു, ലങ് ഇമ്മച്യൂരിറ്റി ആണെങ്കിൽ പോലും നമ്മളെപ്പോഴും ആൽഫ ഫീറ്റോ പ്രോട്ടീൻ നോക്കാറുണ്ട്. ക്ലിയർ? എ എഫ് ബി എലിവേറ്റ് എന്താ? എ എഫ് ബി എലിവേറ്റ് എന്താ? ഓപ്പൺ ന്യൂറോട്യൂബ് ഡിഫക്ട് അല്ലേ? ആൻഡ് എൽ എസ് റേഷ്യോ 2 താഴെ എന്താ? ലങ് ഇമ്മച്യൂരിറ്റി. രണ്ടും കിട്ടിയല്ലോ, രണ്ട് കാര്യം കിട്ടിയല്ലോ. കിട്ടിയോ? രണ്ട് കിട്ടിയോ? ഇനി വേറെ എവിടെ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട്? ഇൻഹിബിനെ പഠിച്ചിട്ടുണ്ട്. ഇൻഹിബിറ്റ് എ എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇൻഹിബിൻ എ എന്ന വാക്ക് നമ്മൾ മുന്നിൽ എവിടെയും പഠിച്ചിട്ടുണ്ടോ? ഇൻഹിബിൻ എന്ന വാക്ക് മുന്നിലാണ് പഠിച്ചിട്ടുണ്ടോ? ഓവറിക്കകത്ത് പഠിച്ച ഓർമ്മ നടക്കില്ല. ഇൻഹിബിൻ എന്ന വാക്ക് ഓർമ്മ നടക്കില്ല. ആർക്ക് ഓർമ്മയുണ്ടോ? എവിടെ സാർ ഓവറി? അതെന്ത് സാർ ഓവറി? എന്ന് സാർ കോർപ്പസ് ലൂട്ടിയം സെക്കൻഡ് സാധനമാണോ? കോർപ്പസ് ലൂട്ടിയം സെക്കൻഡ് സാധനമാണോ? ആണോ? ആ, ഇൻഹിബിൻ എ കൂടിയാലും എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യാം? അതേ ഇൻഹിബിൻ എ കൂടിയാൽ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യാം? അതും ഡൗൺ സിൻഡ്രോം. ഇൻഹിബിൻ എ കൂടിയാലും അത് ഡൗൺ സിൻഡ്രോമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ വീണ്ടും ചോദ്യം വരും, ദ നോർമൽ ആംനോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് എത്രയാ? നോർമൽ ആംനോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് എത്രയാ? 5 to 25 സെന്റിമീറ്റർ അല്ലെ? ശരിയല്ലേ? നോർമൽ ആംനോട്ടിക് ഫ്ലൂയിഡിന്റെ ഇൻഡെക്സ് ചോദിച്ച് 5 to 25 സെന്റിമീറ്റർ. ആംനോട്ടിക് ഫ്ലൂയിഡ് കൂടിയാൽ വേറെ എവിടെ കണ്ടീഷൻ പഠിക്കാറുണ്ടല്ലോ? പോളിഹൈഡ്രോമസ് അല്ലേ? സോ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും നമ്മളെപ്പോഴും ആംനോസിസ് ചെയ്യുന്നത്. എ പി കൂടിയാൽ ഓപ്പൺ ന്യൂറോട്യൂബ് ഡിഫക്ട്, എൽ എസ് റേഷ്യോ കുറഞ്ഞാൽ എന്താണ്? ലങ് ഇമ്മച്യൂരിറ്റി. ഇൻഹിബിൻ എയും എന്താണ്? അതും കൂടിയെന്ന് വിളിക്കാം. ഇൻഹിബിനെ കൂടിയാലും ഡൗൺ സിൻഡ്രോമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ക്ലിയർ? എ എഫ് പി കിട്ടിയോ? ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ക്ലിയർ ആയോ? ഇത് ഞാൻ വേണമെങ്കിൽ റെക്കോർഡ് പഠിക്കുമത്. ഞാൻ റെക്കോർഡ് പഠിക്കൂലത് ഇല്ലല്ലോ, അധികം ശ്രദ്ധിക്കില്ലല്ലോ. അത് എന്താണ് പിന്നെ പഠിക്കുക, നാളെ പഠിക്കുക അല്ലേ? നാളെ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ അങ്ങ് നീട്ടിട്ട് പോറില്ലേ? ശരിയാണോ? റെക്കോർഡ് എന്നാ നാളെ പഠിക്കുക, മറ്റത് പഠിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഇസ് മെറ്റേണൽ സീറം ആൽഫ ഫീറ്റോ പ്രോട്ടീൻ, MSAP, മെറ്റേണൽ സീറം ആൽഫ ഫീറ്റോ പ്രോട്ടീൻ. ആദ്യം പേര് പഠിക്കുക, മെറ്റേണൽ സീറം ആൽഫ ഫീറ്റോ പ്രോട്ടീൻ, MSAFP. സ്റ്റാർട്ട് ചെയ്യാമോ? നെക്സ്റ്റ് ഏതാ? മെറ്റൽ സീറം. മറ്റേ കഴിഞ്ഞില്ലേ? ഏത് കഴിഞ്ഞു?
അമിനോ ആസിഡ്സ് ഇല്ലാത്ത എന്ത് പഠിച്ചു ആദ്യം? എ പഠിച്ചില്ലേ? എ പഠിച്ച മെറ്റൽ സിറം ആൽഫ ഫീറ്റോ പ്രോട്ടീൻ. എന്തായിരുന്നു? എപ്പോ ചെയ്തു? എപ്പോ ചെയ്യും? അതാ ഫസ്റ്റ് ചോദ്യം. ഇവിടെ എപ്പോഴും ഇല്ലേ. ഇനി എന്ത് പഠിച്ചാലും എല്ലാ ടെസ്റ്റിലും അത് എപ്പോ ചെയ്യുന്നില്ലേ? ഓർമ്മ കേട്ടോ. എല്ലാ ടെസ്റ്റില്ലേ എപ്പോ ചെയ്യും, എന്തിനു ചെയ്യും കേട്ടോ, മറക്കരുത്. അങ്ങോട്ട് പഠിക്കുന്ന എല്ലാ ടെസ്റ്റുകളും കൂട്ടി എല്ലാം എപ്പോ ചെയ്യുമെന്ന്, എത്രാമത്തെ വീക്ക് ചെയ്യുമെന്നും എന്തിനു ചെയ്യും, ആ രണ്ട് ചോദ്യം ഒരിക്കലും മറക്കരുത്. എപ്പോ ചെയ്ത്? MSA എപ്പോ ചെയ്യും? ടെസ്റ്റ് എപ്പോ പെർഫോം ചെയ്യും? ടെസ്റ്റ് നോർമലി എപ്പോഴാ ചെയ്തത്? അല്ല, നോർമൽ എത്രയാ? 16 to 18 വീക്സ് ആണോ? 16 മുതൽ 18 വീക്ക് ആണോ? ആണ്. എത്ര നോർമൽ? എത്രയാ നോർമൽ? 2.5 the multiple of medium. അത് പഠിക്കണ്ട, ജസ്റ്റ് വാല്യൂ മാത്രം ഓർമ്മിച്ചാൽ മതി. 2.5 the MOM വിളിക്കാം, മൾട്ടിപ്പിൾ ഓഫ് മീഡിയം ആണ് നോർമൽ. 2.5 ആണ് എപ്പോഴും നോർമൽ MSAFB എന്ന് പറയുന്നത്. ടെസ്റ്റ് എപ്പോഴും 16 തൊട്ട് 18 വീക്കിനകത്താണ് എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത്. അവിടെ തന്നെ വീണ്ടും ചോദ്യം വരാം, നോർമൽ വാല്യൂ ചോദിക്കും കേട്ടോ. നോർമൽ വാല്യൂ ചോദിക്കുമെങ്കിൽ, ചോദിച്ചില്ലെങ്കിൽ ചോദിക്കില്ല, പക്ഷെ ടെസ്റ്റ് എപ്പോ ചെയ്യും? നോർമൽ വാല്യൂ ചോദിക്കില്ല. എക്സാം ഇത് ചോദിച്ചില്ല, ഇതുവരെ എക്സാം നോർമൽ വാല്യൂ ചോദിച്ചില്ല. പക്ഷേ ടെസ്റ്റ് എപ്പോ ചെയ്യും ചോദിക്കും. എപ്പോഴാ? 16 to 18 വീക്സ് അല്ലേ? 16 മുതൽ 18 വീക്ക് ആണോ? കഴിഞ്ഞ എക്സാമിന്റെ ഓപ്ഷനകത്ത് 28 ഉണ്ടായിരുന്നു, ശരിയാണോ? കഴിഞ്ഞ എക്സാമിന്റെ ഓപ്ഷനകത്ത് 16ഉം 18ഉം ഉണ്ടായിരുന്നു, 16ഉം 28ഉം ഉണ്ടായിരുന്നു. 28ആണോ 18ആണോ? 18. 16 തൊട്ട് 18 വീക്കിനകത്താണ് എപ്പോഴും ചെയ്യുന്നത്. ഇതേ MSAFB കൂടിയാൽ എന്നിരിക്കട്ടെ, ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ MSAFB കൂടിയാലും നോർമലിനെക്കാട്ടിലും 2.5നെക്കാളും കൂടിയാൽ അതും എന്തിനെഴുതുന്നു? ഓപ്പൺ ന്യൂറൽ ടു ഡിഫക്റ്റ് അല്ലേ? ഓപ്പൺ ന്യൂറൽ ടു ഡിഫക്റ്റും റീനൽ അനോമലീസും അതുപോലെ തന്നെ വേറെ എന്തൊക്കെയുണ്ട്? ആൻഡ് അബ്ഡോമൻ വാൾ അനോമലീസ് വന്നൂടെ വരാം. ഒരു ചോദ്യം കൂടെ ഓർമ്മിക്കണം. ഈ AFB ഇല്ലേ, ആരാ സെക്രട്ടറി ചെയ്യുന്നത്? AFB ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ആരാ പ്രൊഡ്യൂസ് ചെയ്തത്? പ്രൊഡ്യൂസ് ചെയ്യും? അതുകൊണ്ട് ചോദ്യം, അതും ഒരു ചോദ്യമാണ്. AFB എന്ന സിറം പ്രോട്ടീൻ എപ്പോഴും ആര് പ്രൊഡ്യൂസ് ചെയ്ത്? യോഗ് സാക്കും ഫീറ്റൽ ലിവറും AFB പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. മറക്കരുത്, സിറം പ്രോട്ടീൻ AFB എന്ന സിറം പ്രോട്ടീൻ ആരൊക്കെയാണ് സെക്കുന്നത്? യോഗ് സാക്ക് ഫസ്റ്റ്, ഈ പറഞ്ഞ ലിവറും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ? എന്ത് കാര്യം മറക്കരുത്, എപ്പോഴും ചോദ്യത്തിനകത്ത് യോഗ് സാക്ക് വരും കേട്ടോ. എപ്പോഴും ചോദ്യത്തിനകത്ത് യോഗ് സാക്ക് ആയിരിക്കും ഫസ്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അത് ഒരിക്കലും തന്നെ മറക്കരുത്, ചോദ്യം കിട്ടും. ക്ലിയർ? ഫസ്റ്റ് മൂൺ ടെസ്റ്റ് കിട്ടിയോ? ഇന്നലെ പറഞ്ഞില്ല ഇതൊക്കെ? ഇന്നലെ പഠിച്ചില്ലേ ഇതൊക്കെ? ഇന്നലെ പഠിച്ചല്ലേ? എന്ത് നിങ്ങളുടെ ഭാഗ്യവും എന്റെ ഭാഗ്യമില്ലായിരുന്നു. ഇന്നലെ പഠിച്ച കാര്യം ഇന്ന് ഉച്ചയ്ക്ക് വീണ്ടും പഠിപ്പിക്കുക. ശരിയല്ലേ? ഇന്നലെ പഠിച്ച കാര്യം ഇന്ന് ഉച്ചയ്ക്ക് വീണ്ടും പഠിപ്പിക്കുക. എന്ത് അല്ലേ? എന്ത് ഗതികേടല്ലേ? എന്ത് കഷ്ടമല്ലേ? അല്ലേ? ഞാൻ ആദ്യം കരുതറിയും, ഫസ്റ്റ് കരുതിയത് റെക്കോർഡ് ചെയ്തായിരുന്നു കേട്ടോ. ഫസ്റ്റ് റെക്കോർഡ് ചെയ്തതാണ്, പിന്നെ കരുതുന്ന റെക്കോർഡ് എന്നാൽ പഠിക്കും. ശരിയല്ലേ? ഇതിന്റെ ഇപ്പൊ റെക്കോർഡ് ചെയ്ത് എഴുതിനെക്കാട്ടിലും മാക്സിമം ലൈവായിട്ട് തരാന്ന പിന്നെ 12 മണിയാക്കിയത്. സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഏതാ? നെക്സ്റ്റ് ഈസ് കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ്. നെക്സ്റ്റ് എന്താ? കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ്. വീണ്ടും ചോദിക്കട്ടെ, ഇത് സിറം ആര് പ്രൊഡ്യൂസ് ചെയ്യും? സിറം പ്രൊഡ്യൂസ് ചെയ്യും ആരാ? യോക്സാക്ക് ആണോ? യോക്സാക്കും ലിവറും. എത്ര വീക്ക് ചെയ്യും? ടെസ്റ്റ് എപ്പോഴാ? ടെസ്റ്റ് എപ്പോഴാ ചെയ്തത്? ചെയ്യും 18 തൊട്ട് 16 അല്ലേ? ചെയ്യുമ്പോ എലിവേറ്റ് ആണെങ്കിൽ ഓപ്പൺ ന്യൂറൽ ഡിഫക്റ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? നെക്സ്റ്റ് ഈസ് കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ്. എന്തിനാ ചെയ്തത്? കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് എന്തിനു ചെയ്യും?
കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് എന്തിന് ചെയ്യും? കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് എന്തിനാണ് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയല്ലോ. എന്തിനാ? ദ ജനറ്റിക് പ്രോബ്ലം നോക്കാൻ വേണ്ടിയല്ലേ? ദ ജനറ്റിക് പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയല്ലേ? ജനറ്റിക് പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയല്ലേ? അല്ലേ? ടു ഐഡന്റിഫൈ ജനറ്റിക് അബ്നോർമൽസ് അല്ലേ? ജനറ്റിക് അബ്നോർമൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ? അല്ലേ? അല്ലേ? ആ ഒരു പേര് തന്നെ ഉണ്ടല്ലേ? ആ ഒരു പേര് തന്നെയുണ്ട്, കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ്. അത് എന്ത് ആസ്പിറേറ്റിംഗ്? ആ ഒരു പേരിൽ തന്നെയുണ്ട് കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആസ്പിറേറ്റ് ചെയ്യുന്നത്? പേരിൽ തന്നെയുണ്ട് കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആസ്പിറേറ്റ് ചെയ്യുന്നത്? എന്തായിരിക്കും? 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 സ്മാൾ സാമ്പിൾ ഓഫ് എന്താ? കോറിയോണിക് വില്ലിൽ നിന്നാണോ? കോറിയോണിക് വില്ലയിൽ നിന്നും സ്മാൾ സാമ്പിൾ എടുക്കുന്നതാണോ? കോറിയോണിക് വില്ലയിൽ നിന്ന് സ്മാൾ എടുക്കാണോ? യെസ്. എപ്പോഴാ പെർഫോം ചെയ്തത്? എപ്പോഴാ? ഒരു 10 തൊട്ട് 13 വീക്കിൽ, അതല്ലേ? എപ്പോൾ പെർഫോം ചെയ്യുമ്പോഴാ? 10 തൊട്ട് 13 വീക്കിൽ എപ്പോഴും ചെയ്യും, മറക്കരുത്. കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് അത് എക്സാമിന്റെ ഫസ്റ്റ് ചോദ്യം. അത് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്? ദ ജനറ്റിക് അബ്നോർമാലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. സെക്കൻഡ് ചോദ്യം, അത് എപ്പോ ചെയ്യും? 10 തൊട്ട് 13 വീക്ക്. നേരത്തെ പറഞ്ഞ MSA എപ്പോഴാ? 16 to 18 വീക്സ് അല്ലേ? 16 തൊട്ട് 18 വീക്ക് ആണെങ്കിൽ MSA. ആംനോസിസ് എപ്പോഴാ? ആംനോസിസ് എപ്പോഴാ? എപ്പോഴാ? 15 to 20 വീക്സ് അല്ലേ? ആംനോസിസ് ആണെങ്കിൽ 50-20 വീക്സ്. ഇത് USC ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, മറക്കരുത്. എന്താ 4 ടെസ്റ്റ് ക്ലിയർ ആയോ? 4 ടെസ്റ്റ് ക്ലിയർ ആയോ? 4 ക്ലിയർ ആയോ? 4 ക്ലിയർ ആയോ? 4 ക്ലിയർ ആയോ? 4 ക്ലിയർ ആയോ? യെസ്, ക്ലിയർ. അഞ്ചാമത്തെ പഠിക്കാമോ? അഞ്ചാമത്തെ പഠിക്കുന്ന മുമ്പേ 5 മിനിറ്റ് ബ്രേക്ക് വേണം. അഞ്ചാമത്തെ പഠിക്കുന്ന മുമ്പേ 5 മിനിറ്റ് ആയിട്ട് 5 വരെ ബ്രേക്ക് ആട്ടെ. എല്ലാം 5 അഞ്ചാമത്തെ കാര്യം പഠിക്കുന്ന മുമ്പായിട്ട് 5 മിനിറ്റ് 5 വരെ ബ്രേക്ക് ആട്ടെ. 5 കാണുന്നുണ്ടോ? 5 മുതൽ പഠിക്കുന്ന മുമ്പേ 5 മിനിറ്റ് 5 തരട്ടെ. 5 വരെ ഓടിപ്പോട്ടോ. ഓടിപ്പോയിട്ട് ചോറൊക്കെ വാരി വീഴുന്ന വരിക കേട്ടോ. തൊണ്ടേ കുരുങ്ങരുത്. വരൂ, തിരിച്ചു വരൂ.
സ്റ്റഡി ചെയ്യാമോ? സ്റ്റഡി ചെയ്യാം, സ്റ്റഡി ചെയ്യാമോ? സ്റ്റഡി ചെയ്യാമോ? ഇപ്പൊ എനിക്ക് OMR കണ്ടു കേട്ടോ. എനിക്ക് OMR നോക്കി എത്ര സ്കോർ മാത്സ് എത്രയാണ് സ്കോർ? സ്കോർ മാത്സ് എത്രയുണ്ട്? സ്കോർ മാത്സ് എത്ര എടുക്കുന്നുണ്ട് നിങ്ങൾക്ക്? 50 ക്വസ്റ്റ്യൻ എത്ര എടുക്കുന്നുണ്ട്? 50 സെറ്റിൽ മാത്സ് എത്ര എടുക്കുന്നുണ്ട്? 50 സെറ്റിന്റെ ക്വസ്റ്റ്യൻസിനകത്ത് മാത്സ് എത്ര എടുക്കുന്നുണ്ട്? എത്രയുണ്ട്? സ്കോർ നോക്കിയായിരുന്നു ആരെങ്കിലും? ഉത്തരം നോക്കിയായിരുന്നു ആരെങ്കിലും? എത്രയുണ്ട് മാത്സ്? 20, 30 25, 30 എടുത്തുണ്ടോ? 50-നകത്ത് 30 വരെ പോകുന്നുണ്ടോ? 50-നകത്ത് 30 വരെ പോകുന്നുണ്ടോ? ഉണ്ടോ? 50-നകത്ത് 30 വരെ പോകുന്നുണ്ടോ? ഉണ്ടോ? ഇവിടെ പോകുന്നുണ്ടോ? പറഞ്ഞേ, പോകുന്നുണ്ടോ? നെക്സ്റ്റ് മന്ത് ഈ സമയം എന്താണ്? കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞല്ലേ? നെക്സ്റ്റ് മന്ത് ഈ സമയം അപ്പൊ എന്താണ്? എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞല്ലേ? നെക്സ്റ്റ് പറഞ്ഞാൽ തന്നെ നെക്സ്റ്റ് മാസം എന്ത് കഴിയായിരിക്കും അല്ലേ? ഇതിനേക്കാളും വലിയ എക്സാം പഠിച്ച പാസ് ആൾക്കാരല്ലേ? ഇതിനേക്കാളും വലിയ എക്സാം ഇത് 4 വർഷവും 3 വർഷവും വർഷങ്ങൾ പഠിച്ച ആൾക്കാരല്ലേ? ശരിയല്ലേ? ഇന്ന് ഫോർത്ത് ഇയർ പഠിച്ചല്ലേ? ഫോർത്ത് ഇയറിലും എല്ലാം ഇതിനേക്കാളും വലുതായിട്ടല്ലേ പഠിച്ചത്? ശരിയല്ലേ? അത്രയും വർഷം പഠിച്ച എല്ലാ കാര്യവും ഒറ്റ എക്സാം എഴുതണ്ടേ? അത്രയും വർഷം പഠിച്ച എല്ലാം ഒറ്റ എക്സാം എഴുതണ്ടേ? അത്രയും പഠിച്ചു നിങ്ങൾ പഠിച്ചില്ലേ? ഇതൊക്കെ എന്ത് എന്ത് നോട്ട് മസ്റ്റ് വായിക്കുക. ക്വസ്റ്റ്യൻസ് ആദ്യം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്, സ്റ്റഡി നോട്ട്സ് കൃത്യം വായിക്കുക. ശേഷം ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. അതിനുശേഷം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വായിക്കുക. ഓക്കെ ഓക്കെ. ഫസ്റ്റ് കാര്യം ക്ലാസ്, ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം ക്ലാസ്. സെക്കൻഡ്, ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്. ആൻഡ് തേർഡ് ഈസ് സ്റ്റഡി നോട്ട്സ്. ഫോർത്ത് എന്ന് പറഞ്ഞാൽ എഴുതുന്നത് നോട്ട്. അഞ്ചാമത്തെ കാര്യം ക്വസ്റ്റ്യൻ വായിക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുക. ചെയ്യുന്നത് ഇതേ ഓർഡർ ചെയ്യൂ. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് പഠിക്കുക, നോട്ട് വായിക്കുക, കറണ്ട് നോട്ട്സ് എല്ലാം വായിക്കുക. ശേഷം എഴുതരുന്ന നോട്ട്സ് വായിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യുക. ശേഷം ക്വസ്റ്റ്യൻസ് എല്ലാം ഉത്തരത്തോടെ വായിക്കുക. അതിൽ ഏതൊക്കെ തെറ്റ് വരുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ആൾക്കാർ ഉറപ്പായി വിജയിക്കും. അത് തെറ്റാണെന്ന് ഒരു കാര്യം മനസ്സിലാക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, സ്മാൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അത് തെറ്റാണെന്ന് കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും നല്ല കാര്യമല്ലേ? അറിയാം, മിസ്റ്റേക്ക് ഉണ്ടല്ലേ? അറിയാലോ, മിസ്റ്റേക്ക് ഉണ്ട്. കാരണം കേരള പിസിയില് മിസ്റ്റേക്ക് വരെ. ക്ലിയർ? ഇത് കിട്ടിയോ? 4 ടൈപ്സ് കിട്ടിയോ? 4 ടൈപ്സ് കിട്ടിയോ? 4 ടൈപ്സ് കിട്ടിയോ? നെക്സ്റ്റ് ഏതാ? അഞ്ചാമത്തെ ഏതാ? നെക്സ്റ്റ് ഇസ് കോഡോസിന്തസിസ്. കേട്ടോ പേര്? എവിടെയെങ്കിലും പേര് കേട്ടോ? എവിടെയെങ്കിലും പേര്? ഈ ഒരു പേര് കേട്ടോ എവിടെയെങ്കിലും? കോഡോസിന്തസിസ് അല്ലെങ്കിൽ PUBS. പബ്സ് അല്ല കേട്ടോ, പബ്സ് അല്ല, പബ്സ് കേട്ടോ. മറ്റേ തിന്ന് പബ്സ് അല്ല കേട്ടോ, പബ്സ് ഇല്ല. അറിയാം, ചൂട് പബ്സ് അറിയാമോ? ചൂട് പബ്സ്. ആ പബ്സ് അല്ല കേട്ടോ, പബ്സ് കേട്ടോ. തെറ്റിക്കരുത്. പബ്സ് അല്ല, തെറ്റിക്കാരെങ്കിലും. സാർ പബ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ചോദിക്കട്ടെ, നല്ല ചൂട് പബ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ, ചൂടോടെ പബ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് ആരെങ്കിലും ചൂടോട് കൂടി പബ്സ് കഴിച്ചിട്ടുണ്ടോ? ഈ ഇടയ്ക്ക് ചൂടോട് കൂടി എഗ് പബ്സ് കേട്ടോ? ആ പബ്സ് അല്ല ഇത് കേട്ടോ. ഇതെന്താ? പെർക്യൂട്ടേനിയസ് അംബ്ലിക്കൽ കോർഡ് ബ്ലഡ് സാമ്പിളിംഗ്. PUBS, പെർക്യൂട്ടേനിയസ് അംബ്ലിക്കൽ കോർഡ് ബ്ലഡ് സാമ്പിളിംഗ്. എക്സാമിന് വലിയ പേരുള്ള ചോദ്യം ചോദിക്കില്ല. ചോദ്യം വലിയ പേര് ചോദിക്കും, ഷോർട്ട് ഫോം എടുത്തുള്ളൂ. ഒരിക്കലും
പെർക്യൂട്ടേനിയസ് അംബ്ലിക്കൽ ബ്ലഡ് സാമ്പിളിംഗ് എന്ന് വലുതായിട്ട് ഒരിക്കലും ചോദിക്കില്ല. എക്സാമിനർക്ക് ഇഷ്ടം എപ്പോഴും ഷോർട്ട് വാക്കുകളാണ്. PUBS എന്നോ ഓപ്ഷനിൽ വരാം, അല്ലെങ്കിൽ കോഡോസിന്തസിസ് എന്നോ ഓപ്ഷനകത്ത് വരാം. എന്തായിരിക്കും കോഡോസിന്തസിസ്? എന്താണ് കോഡോസിന്തസിസ്? ഇത് അറിഞ്ഞിരിക്കണം. 5ാം ടെസ്റ്റ് എന്തായിരിക്കും ഇത്? എന്തത് ആ പേര് തന്നെയുണ്ട്, പെർക്യൂട്ടേനിയസ് അംബ്ലിക്കൽ കോഡ് ബ്ലഡ് സാമ്പിളിംഗ്. പേരത്തിന് എന്താ? എവിടെന്നാ ബ്ലഡ് എടുക്കുന്നത്? അവിടെ എവിടെ നിന്നാ ബ്ലഡ് എടുക്കുന്നത്? പെർക്യൂട്ടേനിയസ് അംബ്ലിക്കൽ കോഡ് ബ്ലഡ് സാമ്പിളിംഗ് അല്ലെങ്കിൽ കോഡോസിന്തസിസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് സാമ്പിളിംഗ് എവിടെ എടുക്കുന്നത്? വിഡ്രോ സാമ്പിൾ ഫ്രം എവിടെന്നാ? ഫീറ്റൽ ബ്ലഡ് ആണോ? ഫീറ്റൽ അംബ്ലിക്കൽ വെസൽ നിന്നാണോ? കുഞ്ഞിന്റെ അംബ്ലിക്കൽ വെസൽ നിന്നല്ലേ? കുഞ്ഞിന്റെ അംബ്ലിക്കൽ വെസലിൽ നിന്നും നമ്മൾ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റിനെ പറഞ്ഞ പേരെന്താ? കുഞ്ഞിന്റെ അംബ്ലിക്കൽ വെസലിൽ നിന്നും നമ്മൾ കുഞ്ഞിന്റെ ബ്ലഡ് എടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാ. ഇത് വിളിക്കാം കുഞ്ഞിന്റെ അംബ്ലിക്കൽ ബ്ലഡ് വെസലിൽ നിന്ന്. കുഞ്ഞിന്റെ അംബ്ലിക്കൽ ബ്ലഡിന്റെ വെസലിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റിനെ പറഞ്ഞു വരുന്നു. കുഞ്ഞിന്റെ അംബ്ലിക്കൽ ബ്ലഡ് വെസലിൽ നിന്ന് സാമ്പിൾ എടുക്കുന്നു, അത് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റിനെ വിളിക്കുന്ന പേരെന്താ? കോഡോസിന്തസിസ് അല്ലെ? കോഡോസിന്തസിസ് അല്ലെങ്കിൽ PUBS, പെർക്യൂട്ടേനിയസ് അംബ്ലിക്കൽ കോഡ് ബ്ലഡ് സാമ്പിളിംഗ്. എപ്പോഴും കോഡോസിന്തസിസ് ആട്ടോ. ഇതുവരെ PUBS ഇതുവരെ കഴിഞ്ഞ എക്സാമിനൊന്നും ഇല്ലായിരുന്നു, പക്ഷേ കോഡോസ് ഇല്ല. ആ വാക്ക് ഓപ്ഷൻ വരും കേട്ടോ, എല്ലാം ഓപ്ഷൻ വരുന്ന കേട്ടോ. ഞാൻ ഈ പഠിപ്പിക്കുന്ന എല്ലാ ടെസ്റ്റിന്റെ പേരില്ലേ, ടെസ്റ്റിന്റെ പേരെല്ലാം ഓപ്ഷൻ ഒക്കെ വരുന്നത് കേട്ടോ. മെറ്റൽ സീറമായ ശരി, ആൽഫ ഫീറ്റോ പൊട്ടുന്ന ശരി, ഈ കോഡോസ് ശരി, എല്ലാം ഓപ്ഷനകത്ത് വരുന്നത് കേട്ടോ. യൂഷ്വലി എന്തിനാ ചെയ്യുന്നത്? കുഞ്ഞിന്റെ ബ്ലഡ് എടുത്ത് ചെയ്യുന്നത്? കുഞ്ഞിന്റെ ബ്ലഡ് എടുക്കുന്നു എന്തിനു വേണ്ടിയാ? WB സ്റ്റഡി ചെയ്യാൻ വേണ്ടി. വൈറ്റ് ബ്ലഡ് സെൽസ് ഇല്ലേ, ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ. ഇത് ബയോകെമിക്കൽ സ്റ്റഡീസിന്റെ WBC എടുക്കും. WBC എടുത്ത് ടെസ്റ്റ് ചെയ്യും. ഇതിനു വേണ്ടിയാ, ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കേട്ടോ. മറക്കരുതേ. മാത്രമല്ല കുഞ്ഞിന്റെ ഗ്ലൂക്കോസ് ലെവൽ നോക്കാൻ വേണ്ടിയും കൊളസ്ട്രോൾ ലെവൽ നോക്കാൻ വേണ്ടിയും ഈ ചേറിലെ മീൻസ് അംബ്ലിക്കസിൽ നിന്നും ബ്ലഡ് എടുത്ത് എന്ത് ചെയ്യും? എപ്പോഴാണ് ചെയ്യുന്നത്? എപ്പോഴാ? ഒരു 18 തൊട്ട് 20 വീക്കിനകത്ത്, 18 തൊട്ട് 18 to 20 വീക്സിനകത്ത് 18-20 വീക്സിനകത്ത് ഫീറ്റസിന്റെ അംബ്ലിക്കസ് ബ്ലഡ് എടുക്കുന്നു, WB സ്റ്റഡി ചെയ്യുന്നു, ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. മാത്രമല്ല കൊളസ്ട്രോളും ഗ്ലൂക്കോസ് ഫസ്റ്റ് എപ്പോഴും ഇൻഫെക്ഷൻ അറിയാൻ വേണ്ടിയാണ്. WBC എടുക്കുന്നതിന് വേണ്ടിയാ, ഇൻഫെക്ഷൻ അറിയാൻ വേണ്ടിയല്ലേ? അല്ലേ? ഇൻഫെക്ഷൻ അറിയാൻ വേണ്ടി. ആ ഇൻഫെക്ഷൻ അറിയാൻ വേണ്ടി യൂസ് ചെയ്യും. മാത്രമല്ല ഗ്ലൂക്കോസ് ലെവലും മാത്രം എന്താണ് കൊളസ്ട്രോൾ ഒക്കെ നോക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അത് പഠിക്കണ്ട, ഗ്ലൂക്കോസ് കൊളസ്ട്രോൾ ഓർമ്മിക്കണ്ട. പറഞ്ഞ ഇൻഫെക്ഷൻ മറക്കരുത്. ഇൻഫെക്ഷൻ ചോദിക്കും. എപ്പോൾ ചെയ്തപ്പോഴാ? 18 to 20 വീക്സ് അല്ലേ? 18 to 20 വീക്സിന് എപ്പോഴും കോഡോസിന്തസിസ് ചെയ്യുന്നത്. ക്ലിയർ? 18-20 വീക്സിൽ എപ്പോൾ കോഡോസിന്തസിസ് ചെയ്യുന്നത്? 18-20 വീക്സ്, 20 മുതൽ 18 അല്ലേ? 18 അല്ലേ? ആമിനോ എപ്പോഴാ? ആംനോ സിന്തസിസ് എപ്പോ ചെയ്തത്? ആംനോ സിന്തസിസ് എപ്പോ ചെയ്യും? 15 to 20 വീക്സ്. അതൊരു ചോദ്യമാണ്. ആംനോ എപ്പോഴാ? 15 to 20 വീക്സ്. ആൻഡ് MSAF എപ്പോഴാ? മെറ്റൽ സീറം ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എപ്പോഴാ? അതെപ്പോഴാ? 16 to 18 വീക്സ് അല്ലേ? 16 to 18 വീക്സ് അല്ലേ? അത് ചോദിക്കാം. ആൻഡ് കോഡോ എപ്പോഴാ? കോഡോസിസ് എപ്പോഴാ? 18 to 20 വീക്സ്. 18-20 വീക്സ് അല്ലേ? ആൻഡ് കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് എപ്പോഴാ? 10 to 30 വീക്സ് ആണോ? 10 മുതൽ 13 വീക്ക് ആണ്. 10 മുതൽ 13 വീക്ക് ഈ പറഞ്ഞ കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു ചെയ്യുന്ന എപ്പോഴാ ചോദ്യം വരും. എപ്പോഴാ ചെയ്യുന്നത് ഒരു ചോദ്യം വരും. എന്തിനാ ചെയ്യുന്നത്? എപ്പോഴാ ചെയ്യുന്നത്? എന്തിനാ ചെയ്ത ചോദ്യം വരും. അത് പഠിച്ചോ. എപ്പോഴാ ചെയ്യുന്നത് 5 ടൈപ്സിനകത്ത് നിന്നും എപ്പോഴാ ചെയ്യുന്നത് എന്തിനാണ് ചെയ്ത് പഠിച്ചോ. 5 ടൈപ്സ് പറഞ്ഞപ്പോ എപ്പോഴാ ചെയ്യുന്നത് എന്തിനാണ് ചെയ്യുന്നത് കാര്യം മനസ്സിലാക്കും. പഠിച്ചോടെ.
5 പറഞ്ഞപ്പോൾ എപ്പോഴാണ് ചെയ്തത് സാർ? എപ്പോഴാണ് ചെയ്തത്? എങ്ങനെ ചെയ്യും സാർ? എങ്ങനെ ചെയ്യും? എവിടെ ചെയ്യും? എപ്പോ ചെയ്യും? പഠിച്ചോടെ 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 പഠിച്ചു രാത്രി എന്താ പറഞ്ഞത്? രാത്രി ഇന്ന് ലേബറാണ് അല്ലേ? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പ്ലാസന്റെ ബാക്കിയില്ലേ? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പ്ലാസന്റയുടെ ബാക്കിയും അബ്നോർമൽ പ്ലാസയുടെ ബാക്കിയും ലേബറും വേറെന്ത് പറഞ്ഞത്? വേറെന്ത് പറഞ്ഞത്? നിങ്ങൾക്ക് എന്താ പറഞ്ഞത്? അബോർഷൻ തീർന്നില്ല. ലെഫ്റ്റ് ആയി പോകരുത് കേട്ടോ, തീർന്നില്ല. സോ നെക്സ്റ്റ് ടെസ്റ്റ് ഏതാ? ദ കിക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഫീറ്റൽ മൂവ്മെന്റ് കൗണ്ടിങ്. നെക്സ്റ്റ് വൺ ഈസ് 6ാമത്തെ ടെസ്റ്റ് ആണ് ദ കിക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഫീറ്റൽ മൂവ്മെന്റ് കൗണ്ടിങ്. എന്താ അത്? ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ 6 ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും 6 സ്കാൻ അറിയാം, സ്കാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഇത് USD ചെയ്തിട്ടുണ്ട്, ബാക്കി ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? എരിയും USD കഴിഞ്ഞ ശേഷം ബാക്കി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ? ഇല്ലല്ലോ. ഉണ്ടോ? USD കഴിഞ്ഞ ശേഷം ഈ പറഞ്ഞ 5 or 6 വരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അയ്യോ സാർ അറിയില്ല. എന്താണ് ഞാനിപ്പോ എന്താണ് ബോധമില്ല കിടക്കല്ലേ സാർ? അപ്പൊ പറയരുത്. എന്താണ് ഇത്? കിക്ക് അറിയാലോ. കിക്ക് ബാക്കി 5 സാർ. അപ്പൊ എന്താണ് ഇതൊന്നും ഓർമ്മിക്കാൻ സമയമില്ല അല്ലേ സാർ? ഒന്ന് കഴിഞ്ഞിട്ട് മതി അല്ലേ? ഒന്ന് കഴിഞ്ഞ് കിട്ടിയാ മതി. എപ്പോൾ തോന്നിയാണ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാ മതി അല്ലേ? എന്താണ് എന്നെ വീട്ടിൽ കൊണ്ട് എത്തിക്കൂ. ശേഷം നോക്ക്, നീയാണോ ഇത്രയും മാസം എന്നെ കിടന്ന് ശല്യപ്പെടുത്തിയത്? നോക്കല്ലേ, എടുത്തിച്ചിരുന്നതാണ്. നീയാണോ ഇത്രയും മാസം എന്നെ കിടന്ന് എന്താണ് 9 മാസം 8 മാസം 10 മാസം എന്നെ കിടന്ന്? നീയാണോ അത്? അത് ഒന്നാണ് ശരി. 2 എന്ത് ചെയ്യും? നിങ്ങൾ 2 പേരെ ഇനി കഷ്ടപ്പെടുത്താൻ പാടില്ല. 2 എന്ത് ചെയ്യും? 2 എന്നെ എങ്ങോട്ടൊന്ന് പെടാപ്പെടുത്ത്. എന്നെ ജോലിക്ക് വിടില്ല, എനിക്ക് പഠിക്കാൻ സമ്മതിക്കില്ല, നേരത്തെ ഫുഡ് കഴിക്കാൻ സമ്മതിക്കും. ശരിയല്ലേ? എന്നെ ജോലിക്ക് പോകാൻ സമ്മതിക്കാതെ 2 പേരാണ്. ഒരാളാണ് പഠിക്കാൻ സമ്മതിക്കില്ല, ഫോണ് പിടിച്ചു വാങ്ങി കളിക്കും. അനുവുണ്ടോ? ആർക്കില്ലേ അനുവുണ്ടോ? പഠിക്കാൻ വിടില്ല, അനുവുണ്ടോ? അതേ ഉള്ളൂ അല്ലേ? അതേ ഉള്ളൂ. സോ നെക്സ്റ്റ് അടിക്കുക കിക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഫീറ്റൽ മൂവ്മെന്റ് കൗണ്ടിങ് ചെയ്യാറുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇത് സ്വന്തമായി ചെയ്തിട്ടുണ്ടോ? ചെയ്യാറുണ്ടെന്ന്. അയ്യോ, നീ ചവിട്ട് ചെയ്യണല്ലേ? ഒന്ന് നോക്കി ചവിട്ട് ചെയ്യണം അല്ലേ? അതിൽ പറയുന്നു, അതിൽ ചെയ്യുന്ന നിങ്ങൾ ചെയ്യുന്ന കാര്യം അറിയാമോ? നോക്ക് ആണ്ടെ കുഞ്ഞി ചവിട്ടുകയാണ്. നോക്കി നിങ്ങളുടെ കുട്ടിയാണ്. അത് ഡെലിവറി കഴിയുമ്പോ അറിയാം അല്ലേ? എപ്പോ ചെയ്യുന്നത്? എപ്പോ ചെയ്യുന്നത്? ചെയ്യും എപ്പോഴാ സ്റ്റാർട്ട് ചെയ്ത്? എപ്പോഴാ യൂഷ്വലി എക്സാം ചോദ്യം ഉണ്ടായിരുന്നു. യൂസേഴ്സ് എപ്പോഴാ? 28 വീക്ക് അല്ലേ? 28 വീക്കിൽ ഫീറ്റലിന്റെ മൂവ്മെന്റ് ഒബ്സർവ് ചെയ്യുന്നതല്ലേ ഇവിടെ? 28 വീക്കിലല്ലേ നമ്മൾ എപ്പോൾ ഫീറ്റസിന്റെ മൂവ്മെന്റ് ഒബ്സർവ് ചെയ്തത്? ദ കിക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഫീറ്റൽ മൂവ്മെന്റ് കൗണ്ട് ചെയ്തപ്പോഴാ? 28 വീക്കിൽ നമ്മളെപ്പോഴും ഫീറ്റൽ മൂവ്മെന്റ് ഒബ്സർവ് ചെയ്തത്. 28 വീക്കിൽ ഫീറ്റസിന്റെ മൂവ്മെന്റ്. ശരിയല്ലേ? 28 ശേഷമാണ്. 28 ശേഷമല്ലേ? ശരിക്കും പറഞ്ഞ എക്സാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ 28 വീക്സ് അല്ലേ? എക്സാക്ട് പറഞ്ഞ 28 വീക്സിന് ശേഷമാണ് നമ്മളെപ്പോഴും ഫീറ്റൽ മൂവ്മെന്റ് ഒബ്സർവ് ചെയ്യുന്നത്. 28 വീക്കിന് ശേഷമാണ് ഫീറ്റൽ മൂവ്മെന്റ് ഒബ്സർവ് ചെയ്യുന്ന ടെസ്റ്റിനെ പറയുന്ന പേരെന്താ? 28 വീക്കിന് ശേഷം ഫീറ്റൽ മൂവ്മെന്റ് ഒബ്സർവ് ചെയ്യുന്ന ടെസ്റ്റിനെ പറയുന്ന പേരെന്താ? ദ കിക്ക് ടെസ്റ്റ്. അവൾ വീട്ടിൽ ചോദിക്കുന്നു. ഇത് ചോദിക്കില്ല എങ്കിലും ഓർമ്മിച്ച ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞില്ലേ, ദ വീക്സ് ഓർമ്മിക്കുക. എന്തിനാണ്? ഫസ്റ്റ് എപ്പോഴും പറഞ്ഞറിയല്ലോ, ഇത്രയും പഠിച്ച് മനസ്സിലേക്കാണ്. എല്ലാം വീക്ക് പറഞ്ഞില്ലേ? ആംനോസിസ് എത്ര വീക്കില?
കോഡോസ് ഇത്ര വീക്കില്ല, എല്ലാം വീക്ക് ഓർമ്മിക്കണേ. എല്ലാത്തിനും വീക്കില്ലേ എപ്പോ ചെയ്യുന്ന കാര്യം, ഫസ്റ്റ് കാര്യം അത് ഓർമ്മിക്കുമല്ലോ. ഓർമ്മിക്കും അത് എത്ര വീക്കിലാണ് ഓർമ്മിക്കൂടെ. ഇനി എങ്ങനെയാ എങ്ങനെ എപ്പോഴും എങ്ങനെയാ വെരി സെക്കൻഡ് യൂഷ്വലി ഏത് സമയത്താ? രാവിലെ, ഉച്ചക്ക്, ഈവനിങ് ആണോ? രാവിലെ, ഉച്ചക്ക്, ഈവനിങ് അങ്ങനെ 3 തവണ നോക്കാറുണ്ടോ? ഉണ്ട്. ഒരു ദിവസത്തിൽ രാവിലെ, ഉച്ചക്ക്, ഈവനിങ് 3 പ്രാവശ്യം ചെക്ക് ചെയ്യാറുണ്ടോ? ഒരു ദിവസം 3 പ്രാവശ്യം, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. എത്ര കൗണ്ട് ഉണ്ടല്ലേ? പെർ ഡേ എത്ര ഉണ്ടായിരിക്കും? എത്ര ഉണ്ടായിരിക്കും? അറിയാമോ എത്ര കൗണ്ട് ഉണ്ടെന്ന്? കൗണ്ട് ചെയ്ത ശേഷം എത്ര കൗണ്ട് ഇത് കിക്ക് ചെയ്യുന്ന നോക്കിയ എന്ത് ചെയ്യും? അതിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ നോക്കാറില്ലേ? എത്ര കൗണ്ട് രാവിലെ, ഉച്ചക്ക്, ഈവനിങ് 3 പ്രാവശ്യം കൗണ്ട് ചെക്ക് ചെയ്ത ശേഷം അതിനെ കൊണ്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാറുണ്ടോ? എന്തിനു വേണ്ടിയാ? ഡെയിലി ഫീറ്റിൽ മൂവ്മെന്റ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയല്ലേ? ശരിയല്ലേ? രാവിലെയും ഉച്ചയ്ക്കും കിട്ടുന്ന ഇപ്പൊ ഈവനിങ് കിട്ടുന്ന കെക്കിന്റെ കൗണ്ട് നോക്കി എന്ത് ചെയ്യും? അതിന് 4 കൊണ്ട് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്താൽ ഡെയിലി ഉള്ള ഫീറ്റിൽ മൂവ്മെന്റ് കൗണ്ട് കിട്ടും. അല്ലേ? ശരിയല്ലേ? കിട്ടും. അത് നോർമലാണ്. കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും? 2 മണിക്കൂർ ഇടവിട്ട് 10 കോളം കിട്ടിയില്ല എന്തായിരിക്കും? 2 മണിക്കൂർ നോക്കിയപ്പോൾ കൗണ്ട് 10ന് താഴെയാണെങ്കിൽ എന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? 2 മണിക്കൂർ കണ്ടിന്യൂസ് നോക്കിയപ്പോൾ കൗണ്ട് 10ന് താഴെയാണ്. ഫീറ്റിൽ കിക്ക് ചെയ്ത കൗണ്ട് 10ന് താഴെയാണെങ്കിൽ ഫീറ്റിൽ ഡിസ്ട്രസ് അല്ലേ? നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് 1 മണിക്കൂർ നോക്കി, ഒരു 10 സെക്കൻഡ് അവർ നോക്കി, കൗണ്ട് കുറവാണ്ടിരിക്കും. ആണോ? ഇത് ഡിസ്ട്രസ് ആണോ? സെക്കൻഡ് അവറില്ല ആണോ? ഡിസ്ട്രസ് ആണോ? പറഞ്ഞാണേ. ഒരു 10 തികച്ച് കിട്ടിയില്ല എന്തായിരിക്കും? ഒരു 10 തികച്ച് കിട്ടിയില്ലെങ്കിൽ ഒരു കിക്സ് ഇല്ലേ? 2 മണിക്കൂർ 10 കൗണ്ട് തികച്ച് കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും? ഫീറ്റിൽ ഡിസ്ട്രസ് ആണ്. ക്ലിയർ. 6 ടെസ്റ്റ് കിട്ടിയ 7ാമത്തെ പേരെന്താ? നെക്സ്റ്റ് ഈസ് എക്സാമിന് സ്ഥിരം ചോദ്യം, ട്രിപ്പിൾ ടെസ്റ്റ്. 7ാമതൊട്ട് സൂക്ഷിക്കട്ടോ. 7ാമത്തൊട്ട് പറയുന്ന കാര്യം നമ്മൾ നേരത്തെ പഠിച്ചതുമായിട്ട് കണക്ട് ചെയ്താണ്. 7 തൊട്ട് നമ്മൾ ഓർമ്മിക്കുക, നമ്മൾ ഫസ്റ്റ് പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ വരും. അറിയാമല്ലോ ഇത് എന്താ അറിയാമോ? 7ാമത്തെ ടെസ്റ്റ് തൊട്ട് നമ്മൾ ഫസ്റ്റ് പഠിച്ച 1 തൊട്ട് 6 വരെ കാര്യമില്ലേ? 1 തൊട്ട് 6 വരെയുള്ള കാര്യങ്ങൾ 7ാമത്തൊട്ട് കണക്ട് ചെയ്ത് വരും. അത് വായിച്ചോ? നോട്ട് വായിച്ചോ മനസ്സിലായോ? 7 ടെസ്റ്റ് ആയ ട്രിപ്പിൾ ടെസ്റ്റ് കോമ്പിനേഷൻ ആണ്. ടെസ്റ്റുകളുടെ കോമ്പിനേഷൻ ഒറ്റ ടെസ്റ്റ് അല്ല, ടെസ്റ്റുകളുടെ കോമ്പിനേഷൻ ആണ്. മഹിത പറഞ്ഞ പോലെ തന്നെ, ടെസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അല്ലേ? കോമ്പിനേഷൻ അല്ലേ? എത്ര ടെസ്റ്റിന്റെയാ? ട്രിപ്പിൾ ടെസ്റ്റ് പേര് തന്നെ ഉണ്ട്. 3 ടെസ്റ്റ്. ട്രിപ്പിൾ എന്ന വാക്ക് അർത്ഥം 3 ടെസ്റ്റ് അല്ലേ? കോമ്പിനേഷൻ ടെസ്റ്റ് ഓർ എന്തിനു വേണ്ടിയുള്ള? അതും ചോദ്യമാണ്. എന്തിനു വേണ്ടിയുള്ള? ഡൗൺ സിൻഡ്രോം കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലേ? ഡൗൺ സിൻഡ്രോമിന്റെ അനാലിസിസിലൂടെ ചെയ്യുന്ന 3 ടെസ്റ്റുകളെ വിളിക്കപ്പെടുന്ന ഡൗൺ സിൻഡ്രോം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന 3 ടെസ്റ്റ് എന്താ? ട്രിപ്പിൾ ടെസ്റ്റ്. എക്സാമിന് ചോദ്യം വരും. ചോദ്യമാണ് കണ്ടല്ലോ. ഡൗൺ സിൻഡ്രോം എന്ന പേര് വച്ച് തന്നെ ചോദിച്ചിട്ടുണ്ട് ട്രിപ്പിൾ ടെസ്റ്റ്. ഡൗൺ സിൻഡ്രോം എന്ന പേര് വച്ച് തന്നെ എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ട്. കണ്ടോണ്ടായിരിക്കും. ഡൗൺ സിൻഡ്രോമിന്റെ പേര് വച്ച് തന്നെ ഈ ഒരു ചോദ്യം ട്രിപ്പിൾ ടെസ്റ്റ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. കണ്ടോണ്ടായിരിക്കുന്നു. ഉണ്ടോ? ഞാൻ ഗ്രൂപ്പ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഇട്ട്
ക്വസ്റ്റിനകത്ത് ഉണ്ടല്ലോ, കണ്ടായിരുന്നു ഒരിക്കലും? ഇതുവരെ 53 ക്വസ്റ്റിനകത്ത് ഉണ്ടല്ലോ ചോദ്യം, കണ്ടായിരിക്കും? വായിച്ചവർ കണ്ടു കാണാതിരിക്കും. എന്താ ട്രിപ്പിൾ ടെസ്റ്റ് അതിനകത്തുണ്ട്. ചോദ്യം ഉണ്ടാക്കിയ ആൾ ഞാനായതുകൊണ്ട് എനിക്കറിയാം. ട്രിപ്പിൾ ടെസ്റ്റും എല്ലാം അതിനകത്തുണ്ട്. ഈ ഒരു ചോദ്യം വരും കേട്ടോ, എക്സാമിൽ സ്ഥിരം ചോദ്യമാണ്. ഉണ്ടല്ലോ, മഹിത പറഞ്ഞു കൊടുത്തതിന് കണ്ടല്ലോ ഒരിക്കലും? ക്വസ്റ്റ്യൻ വായിച്ചവർക്ക് അറിയാം. നീതു കണ്ടപ്പോൾ തന്നെ എന്താണ് ആ ആഴ്ച ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ട്രിപ്പിൾ ടെസ്റ്റ് ഒക്കെ തന്നെ ഉണ്ട് അല്ലേ? പഠിച്ചതിനകത്ത് എന്താണ് ഇത് യൂട്രസ് എല്ലാം ക്വസ്റ്റിനകത്തുണ്ട്. എല്ലാ ഭാഗവും യൂട്രസ്, ഈ പറഞ്ഞ വജൈന ആയാലും ശരി, സർവീസ് ആയാലും ശരി, ഈ പറഞ്ഞ ഫിക്സ് സർക്കുലേഷൻ ശരി, എല്ലാം ഉണ്ടല്ലോ. ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഓരോന്നും ഓരോ പാർട്ടായിട്ട് എല്ലാം ഉണ്ട്. അതെല്ലാം കൃത്യം പഠിക്കട്ടെ. ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യുക. ഇനി പറഞ്ഞ കല്യാണമായാലും ഒന്നിൽ പോകരുത് കേട്ടോ. കല്യാണം, പാല് കാച്ച്, യാത്ര, ടൂറ്, ഞാൻ സ്റ്റാറ്റസ് നോക്കാറുണ്ട്. എല്ലാവരും സ്റ്റാറ്റസ് നോക്കാറുണ്ട്. ഞാൻ രാവിലെ ഒരു ഫസ്റ്റ് അതാണ്. ഫസ്റ്റ് എന്താണ്, നിങ്ങൾ എവിടെ പോയി ഇന്നലെ പഠിച്ചിട്ട് ഇന്ന് യാത്രയും അവസാനം ഞാൻ എന്റെ ഫോട്ടോ എടുത്തല്ലേ സാർ, കണ്ടോ എന്റെ ഫോട്ടോ എടുത്തു സാർ. അത് കാണെങ്കിൽ പഠിക്കട്ടെ, അത് കണ്ടെങ്കിൽ പഠിക്കട്ടെ. ഉണ്ട് ഇല്ല ടെസ്റ്റ്, മൂ ടെസ്റ്റ് ഏതൊക്കെ ചോദ്യം വരും കേട്ടോ. എക്സാമിൽ ചോദ്യം വരും. ഏതാ മൂ ടെസ്റ്റ്? ഇതാ ഡൗൺ സിൻഡ്രോം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള മൂ ടെസ്റ്റ് ഏതൊക്കെയാ? ട്രിപ്പിൾ ടെസ്റ്റ് ഏതൊക്കെയാ? ഒന്ന് MSAFE ഫസ്റ്റ് പഠിച്ചില്ലേ? നേരത്തെ ഫസ്റ്റ് പഠിച്ച MSAFE ഇല്ലേ? MSAFE ഒന്നാം ടെസ്റ്റ്. ട്രിപ്പിൾ ടെസ്റ്റിനകത്ത് വരുന്ന ഒന്നാം ടെസ്റ്റ് നേരത്തെ പഠിച്ച MSAFE എന്താണെന്ന് അറിയാമല്ലോ? എത്ര വാല്യൂ അറിയാമല്ലോ? എപ്പോ ചെയ്യുന്നറിയാമല്ലോ? ഓർമ്മ വേണം. അത് നോക്കും. MSAFE നോക്കും, HCG നോക്കും. അതുപോലെ തന്നെ അൺകോൺജുഗേറ്റ് ഉള്ള ഈസ്ട്രോജൻ ഉണ്ടോ? ഈസ്ട്രോജൻ ഓക്കെ. ഈസ്ട്രോജനെ പറഞ്ഞ പേരെന്താ? എസ്ട്രോൾ പറയാറില്ലേ? അൺകോൺജുഗേറ്റ് എസ്ട്രോൾ എന്ന് പറയാറില്ലേ? അത് ഈസ്ട്രോൾ തന്നെയല്ലേ? ഈസ്ട്രോൾ തന്നെയാണ്. എന്ന് നോക്കും. MSAFE നോക്കും, HCG നോക്കും, അതുപോലെ തന്നെ അൺകോൺജുഗേറ്റ് ഉള്ള എസ്ട്രോൾ നോക്കും. ഈസ്ട്രോൾ തന്നെയാണ്. പരീക്ഷയ്ക്ക് ചോദ്യം വരും. ട്രിപ്പിൾ ടെസ്റ്റ് എന്തിനു വേണ്ടി ചെയ്യും? ഡൗൺ സിൻഡ്രോമിന്റെ അനാലിസിസിന് വേണ്ടി. വീണ്ടും ചോദ്യം വരും. എക്സാം ടഫ് ആണെങ്കിൽ ട്രിപ്പിൾ ടെസ്റ്റിനകത്ത് വരുന്ന 3 ടെസ്റ്റിന്റെ പേര് താഴെ പറയുന്നതിൽ ഏതാണ് അല്ലെങ്കിൽ ഇല്ലാത്ത ഏതാണ്? MSAFE ഉണ്ട്, HCG ഉണ്ട്, ഈസ്ട്രിയോൾ, ഈസ്ട്രോജനും ഉണ്ട്. ക്ലിയർ? എപ്പോ ചെയ്ത് ടെസ്റ്റ് എപ്പോ ചെയ്യും? ചോദ്യം വരുന്നത് എപ്പോഴും ഈ പറഞ്ഞ ഇത് ഡൗൺ സിൻഡ്രോം കണ്ടുപിടിക്കാൻ ആരും നോക്കും? ഇത് കുട്ടിയുടെ ബ്ലഡ് ആണോ, ഇത് മെറ്റൽ ബ്ലഡ് ആണോ? ഡൗൺ സിൻഡ്രോം കണ്ടുപിടിക്കാൻ വേണ്ടി ആര് ബ്ലഡ് നോക്കും? ആദ്യം മെറ്റൽ സീറം ലെവൽ അല്ലേ? ചോദ്യം ഫസ്റ്റ് കാര്യം ഇതാ. കാരണം കുട്ടിയുടെ അല്ല നോക്കുന്നത്, മെറ്റൽ അല്ലേ? ഫസ്റ്റ് ചോദ്യം അതാ. അടുത്ത ഡൗൺ സിൻഡ്രോം കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ചെയ്യുന്നത് ആരാ? മെറ്റൽ സീറം ലെവലാ നോക്കുക അല്ലേ? മെറ്റൽ സീറം ലെവൽ നോക്കും. അതിനകത്ത് MSAFE നോക്കും, അൺകോൺജുഗേറ്റ് എസ്ട്രോൾ നോക്കും, HCG ലെവൽ കൂടിയോ നോക്കാറില്ലേടേ? ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ MSAFE കൂടുതലായിരിക്കും, HCG ലെവൽ കൂടുതലായിരിക്കും അല്ലേ? എസ്ട്രോൾ ലെവൽ കുറവുമായിരിക്കും. ഈ 3 ടെസ്റ്റ് എപ്പോ ചെയ്യും? 15 to 18 വീക്സ്, 15 ആഴ്ചയ്ക്കും 18 ആഴ്ചയ്ക്കും ഇടയിലാണ് ട്രിപ്പിൾ ടെസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴാ? 18നും 15നും ഇടയിൽ എപ്പോഴും ഈ പറഞ്ഞ ട്രിപ്പിൾ ടെസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ? എട്ടാം ടെസ്റ്റ് ചെയ്ത ഇൻഹിബിനെ ടെസ്റ്റ് ചെയ്ത ഇൻഹിബിനെ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഹിബിനെ നേരത്തെ ഇവിടെ പറഞ്ഞു. എന്താ ഇൻഹിബിനെ നേരത്തെ ഇവിടെ പറഞ്ഞു? ഇൻഹിബിനെ എന്താ ഓവറിൽ നിന്നാണോ? ചോദ്യം വരും അവിടെ. ചോദ്യം ഇൻഹിബിനെ ആര് സെക്രേറ്റ് ചെയ്യും? ഇൻഹിബിനെ ആരാ? കോർപ്പസ് ലൂട്ടിയം. ഫീമെയിൽസിൽ കോർപ്പസ് ലൂട്ടിയം. ഇൻഹിബിനെ ഫീമെയിൽസിൽ കോർപ്പസ് ലൂട്ടിയം. അത് ചോദ്യമാണ്. ഇൻഹിബിനെ ഫീമെയിൽസിൽ കോർപ്പസ് ലൂട്ടിയം സെക്രേറ്റ് ചെയ്യും. മെയിൽസിലുണ്ടോ? ഉണ്ട്. ദ ടെസ്റ്റിക്കിൾസ്. മെയിൽസിൽ ദ ടെസ്റ്റിക്കിൾസ് സെക്രേറ്റ് ചെയ്യും. പലർക്കും അറിയില്ലായിരിക്കും. എല്ലാ ഫീമെയിൽസിലും ഉണ്ടോ? മെയിൽസിലുണ്ടോ? അറിയില്ല. മെയിൽസിൽ ദ ടെസ്റ്റിക്കിൾസ് സെക്രേറ്റ് ചെയ്യും. ഫീമെയിൽസ് ആണെങ്കിൽ കോർപ്പസ് ലൂട്ടിയം.
ഫീമെയിൽസിൽ കോർപ്പസ് ലൂട്ടിയം സെക്രറ്റ് ഹോർമോൺ ഇൻഹിബിനെ, മെയിൽസ് ആണെങ്കിൽ ദ ടെസ്റ്റിക്കിൾസ് എപ്പോഴും ഈ പറഞ്ഞ ഇൻഹിബിനെ സെക്രീറ്റ് ചെയ്യും. അതേ ഇൻഹിബിൻ എയുടെ അളവ് കൂടിയാൽ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? നമ്മൾ സാമ്പിൾ എടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻഹിബിനെ അളവ് കൂടിയാൽ ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം ഇത് പഠിച്ച ശേഷമല്ലേ? പഠിച്ച ശേഷം ഞാൻ ഇതിന്റെ എഴുതിയ നോട്ട്സ് അല്ലേ അയച്ചാൽ കേട്ടോ. എഴുതിയ നോട്ട്സ് കുറച്ച് ചോദിച്ചായിരുന്നു ഇതിനെ പറഞ്ഞു ചോദിച്ചായിരുന്നു ചോദിക്കട്ടോ. ഇന്ന് ചോദിച്ച ആൻസർ ഇന്ന് പകരം മൊത്തം അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞില്ല കമ്പ്യൂട്ടർ കൊണ്ട് ഓട്ടോ ആയിരുന്നു. സോ ദ മെയിൽസിൽ ദ ടെസ്റ്റിക്കിൾസും ഫീമെയിൽസിൽ കോർപ്പസ് ലൂട്ടിയം താമസിക്കുന്ന ആരാ? പുറമേതാ? മെയിൽസിൽ ദ ടെസ്റ്റിക്കിൾസ്, ഫീമെയിൽസിൽ കോർപ്പസ് ലൂട്ടിയം പുറമേതാ? ഇൻഹിബിൻ എ മറക്കരുത്. അത് കുറഞ്ഞ എന്തായിരിക്കുന്നു? അത് കുറഞ്ഞ അല്ല കൂടിയ ഇൻക്രീസ് എന്താ? ഡൗൺ സിൻഡ്രോം. ട്രിപ്പിൾ ക്ലിയർ ആയെങ്കിൽ നെക്സ്റ്റ് ഇസ് ദ ക്വാഡ്രപ്പിൾ ടെസ്റ്റ്. ക്വാഡ്രപ്പിൾ 4 അല്ലേ? 4 ക്വാഡ്രപ്പിൾ 4 ട്രിപ്പിൾ ആണെങ്കിൽ ഈ പറഞ്ഞ 3, ക്വാഡ്രപ്പിൾ 4 അതിന് വേണ്ടിയാ? ഇതിനു വേണ്ടിയാ? അതും ദ ഡൗൺ സിൻഡ്രോം കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ? അതും ദ ഡൗൺ സിൻഡ്രോം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. മറക്കരുത്, ദ ക്വാഡ്രപ്പിൾ ടെസ്റ്റിംഗ് ടു അസസ് എന്തിനു വേണ്ടിയാ? ഡൗൺ സിൻഡ്രോം. ഇവിടെ നേരത്തെ പറഞ്ഞപ്പോഴേ ട്രിപ്പിളിന് എന്തൊക്കെ വരും? നേരത്തെ പറഞ്ഞപ്പോൾ ആരെങ്കിലും പ്ലസ് ഇട്ട് പറഞ്ഞ്, ആരെങ്കിലും കമന്റ് ചെയ്ത് ട്രിപ്പിളിനകത്ത് എന്തൊക്കെ പറഞ്ഞത്? പറഞ്ഞേ, ട്രിപ്പിളിന് എന്തൊക്കെ പറഞ്ഞത്? MSAP ഉണ്ടോ? MSAP ഉണ്ടോ? ഉണ്ട്. പ്ലസ് HCG ഉണ്ടോ? UE3 ഉണ്ടോ? ഈസ്ട്രോജൻ എസ്ട്രിയൽ ഉണ്ടോ? ഉണ്ട്. ആ 3 ഇല്ലേ? ആ 3ന്റെ കൂടെ തന്നെ ഇൻഹിബിൻ എ കൂടെ ചേർത്താൽ എന്തായി? ട്രിപ്പിൾ ടെസ്റ്റിന്റെ കൂടെ തന്നെ ഇൻഹിബിൻ എയും കൂടെ ചേർത്താൽ എന്ത് ടെസ്റ്റ് ആയി? ട്രിപ്പിൾ ടെസ്റ്റിന്റെ കൂടെ തന്നെ ഇൻഹിബിൻ എയും കൂടെ ചേർത്താൽ 4 പേരായോ? ട്രിപ്പിൾ ടെസ്റ്റിന്റെ കൂടെ തന്നെ ഇൻഹിബിൻ എയും കൂടെ കൂട്ടിച്ചേർത്താൽ ദാറ്റ് ഈസ് ക്വാഡ്രപ്പിൾ ടെസ്റ്റ് ആണോ? 4 ഏതൊക്കെയാ? MSAP നോക്കും, HCG ഉണ്ട്, UE3 ഉണ്ട്, പിന്നെ ഇൻഹിബിനും കൂടെ ചേർന്ന് വന്നാൽ 4ഉം കൂടി ചേർന്ന ടെസ്റ്റിനെ പറയുന്ന പേരെന്താ? ക്വാഡ്രപ്പിൾ ടെസ്റ്റ് അല്ലേ? ക്വാഡ്രപ്പിൾ അല്ലേ? ക്ലിയർ ആയി? ട്രിപ്പിൾ ടെസ്റ്റ് MSAP HCG സൗണ്ടുണ്ടോ? 10ാമത്തെ ആളാണ് ദ നോൺ സ്ട്രെസ് ടെസ്റ്റ്. ഈ ഒരു പേര് ഏതെങ്കിലും എക്സാം കണ്ടുണ്ടോ? നോൺ സ്ട്രെസ് ടെസ്റ്റ് എന്താണ് പേര്? നോൺ സ്ട്രെസ് ടെസ്റ്റ് NST എവിടെയെങ്കിലും പറഞ്ഞു, എവിടെയെങ്കിലും NST എവിടെയും കണ്ടുണ്ടോ? NST എന്ന് എവിടെയും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? പറഞ്ഞു. NST ഉണ്ട്. എന്താ അത്? NST അത് എന്തിനു വേണ്ടിയാ? NST എന്തിനു വേണ്ടിയാ? എന്താണ് ചെയ്യുന്നത്? 2 ചോദ്യം. NST എന്താണ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ? ഫീറ്റലിന്റെ ഹാർട്ട് റേറ്റ് അറിയാൻ വേണ്ടിയാണോ? ഹാർട്ട് റേറ്റ്, ഫീറ്റൽ മൂവ്മെന്റ് ചെയ്യുക. ശരിക്കും അങ്ങനെയല്ല. എക്സാക്ട് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ മലയാളത്തിൽ പറഞ്ഞു തരാം. ഫീറ്റസ് മൂവ് ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടാനുണ്ടോ കുറയുന്നുണ്ടോ? ഫീറ്റസ് മൂവ് ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റിനെ പറയുന്ന പേരെന്താ? മലയാളത്തിൽ പറഞ്ഞു തരാം. ഫീറ്റസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ടോ അത് കുറയുന്നുണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റ് ഏതാ? NST അല്ലേ?
ഫീറ്റസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഫീറ്റസിന്റെ ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നോക്കാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റിനെ വിളിക്കുന്ന പേരെന്താ? NST, നോൺ സ്ട്രെസ് ടെസ്റ്റ് അല്ലേ? അല്ലേ, നോൺ സ്ട്രെസ് ടെസ്റ്റ്. ഫീറ്റസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഫീറ്റസിന്റെ ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റിനെ വിളിക്കുന്ന പേരെന്താ? നോൺ സ്ട്രെസ് ടെസ്റ്റ്. ക്ലിയർ? ക്ലിയർ? ഫസ്റ്റ് കാര്യം കിട്ടിയോ? ഫസ്റ്റ് മലയാളം പഠിക്കും. ക്ലിയർ? അത് മാത്രമാണോ? അത് മാത്രമല്ല, പ്ലാസന്റെ ഫംഗ്ഷൻ അറിയാൻ വിളിക്കാറുണ്ട്. പ്ലാസന്റെ ഫംഗ്ഷൻസ് അറിയാൻ വേണ്ടി, ഫീറ്റലിന്റെ ഓക്സിജനേഷൻ അറിയാൻ വേണ്ടി, പ്ലാസന്റെ ഫംഗ്ഷൻ അറിയാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഫീറ്റസിന്റെ ഓക്സിജനേഷൻ, പ്ലാസന്റയുടെ ഫംഗ്ഷനും ഫീറ്റൽ ഓക്സിജനേഷനും ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഈ പറഞ്ഞ ദ നോൺ സ്ട്രെസ് ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. പ്ലാസന്റയുടെ ഫംഗ്ഷനും ഫീറ്റസിന്റെ ഓക്സിജനേഷൻ അറിയാൻ വേണ്ടി മാത്രമല്ല, ഫീറ്റ്സ് മൂവ് ചെയ്യുമ്പോഴും ഹാർട്ട് റേറ്റ് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ നമ്മൾ NST വഴി നമ്മൾ അസസ് ചെയ്യാറുണ്ട്. ക്ലിയർ? ക്ലിയർ? എങ്ങനെ ചെയ്യുന്നത്? എങ്ങനെയാ നോക്കുന്നത്? സാർ പഠിക്കുമ്പോഴേ NST പഠിക്കാറുണ്ടോ? നോർമലി NST പഠിച്ചാൽ മനസ്സിലാവില്ല. മനസ്സിലായല്ലോ? നോർമലി NST പഠിച്ചാൽ എന്താണെന്ന് മനസ്സിലാവില്ല. മനസ്സിലായല്ലോ? ഫീറ്റസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ട് പറയുന്നു. അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ പണ്ടത്തെ പേർക്ക് അമ്മയുടെ ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ക്ലാസിന്റെ ഫംഗ്ഷൻ അറിയാൻ വേണ്ടിയും, മൂന്നാമത്തെ കാര്യം ഫീറ്റസിന്റെ ഓക്സിജനേഷൻ പ്രോപ്പർ ആണോ എന്ന് അറിയാൻ വേണ്ടി NST ടെസ്റ്റ് ചെയ്യാറുണ്ട്. യെസ്. എങ്ങനെ നോക്കുന്നത്? എവിടെയെങ്കിലും இந்த ട്രാൻസ്ഡ്യൂസർ US സമയത്ത് USCക്കകത്ത് ട്രാൻസ്ഡ്യൂസർ കേട്ടിട്ടുണ്ടല്ലോ, 20 നിമിഷത്തോളം ഇതിന്റെ ട്രാൻസ്ഡ്യൂസർ വച്ചിട്ടാണ് നമ്മളിപ്പോൾ എന്താണ് ആക്ടിവിറ്റിയും ഹാർട്ട് റേറ്റും നോക്കുന്നല്ലേ? ശരിയല്ലേ? 20 നിമിഷം ഹാർട്ട് റേറ്റും ഈ പറഞ്ഞ നോക്കാൻ വേണ്ടി ട്രാൻസ്ഡ്യൂസർ USD വഴി എന്താണ് വച്ച് നോക്കി 20 നിമിഷം 20 മിനിറ്റ്സ് വെച്ചാണ് എന്താണ് നമ്മളെപ്പോഴും ഹാർട്ട് റേറ്റും ഈ പറഞ്ഞ ആക്ടിവിറ്റി എല്ലാം എപ്പോഴും USD വഴി എപ്പോഴും മോണിറ്റർ ചെയ്യുന്നത്. അങ്ങനെ തന്നെ എന്താണ് ഇത് റിയാക്ട് എന്താ റിസൾട്ട് നോക്കാം. ഇത് ചെയ്യുമ്പോഴേ അതിന്റെ റിസൾട്ട് നോക്കണ്ടേ? റിസൾട്ട് നോക്കണ്ടേ? NST ചെയ്യുമ്പോൾ റിസൾട്ട് നോക്കണം. റിസൾട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന കാര്യം റിയാക്റ്റീവ് അല്ലെങ്കിൽ നോർമൽ അല്ലെങ്കിൽ നെഗറ്റീവ് എന്താ? റിയാക്റ്റീവ് അല്ലെങ്കിൽ നോർമൽ അല്ലെങ്കിൽ എന്താ? നെഗറ്റീവ് NST എന്ന് പറയുന്നത് എന്താ? റിയാക്റ്റീവ് അല്ലെങ്കിൽ നോർമൽ അല്ലെങ്കിൽ നെഗറ്റീവ് NST എന്ന് പറയുമ്പോൾ റിസൾട്ട് എങ്ങനെയായിരിക്കും? ഹലോ ഹലോ പറയൂ. അതേ ക്ലാസ്സിൽ ഇപ്പൊ ലൈവില്ല. ഓക്കെ ഇപ്പൊ ലൈവ് കിട്ടും. ഓക്കെ ഇപ്പൊ ലൈവില്ല. ഇപ്പൊ തരും 10 മിനിറ്റ്. എന്തായിരിക്കും റിയാക്റ്റീവ് ഓർ നോർമൽ എന്താ? റിയാക്റ്റീവ് ഓർ നോർമൽ നെഗറ്റീവ് എന്താ? റിയാക്റ്റീവ് എന്ന വാക്കൊക്കെ എപ്പോഴും മനസ്സിൽ വലിയ പ്രശ്നം വിചാരിക്കും അല്ലേ? എപ്പോഴും റിയാക്റ്റീവ് എന്ന വേർഡ് കേൾക്കുമ്പോൾ മനസ്സിനകത്ത് വലിയ പ്രശ്നം എന്നാണല്ലേ? പക്ഷെ എപ്പോഴും റിയാക്റ്റീവ് എന്ന വേർഡ് കേൾക്കുമ്പോൾ മനസ്സിനകത്ത് എപ്പോഴും പ്രശ്നമുള്ള സംഭവമാണ് കരുതും. പക്ഷെ തെറ്റാണ്. റിയാക്റ്റീവ് അല്ലെങ്കിൽ നോർമൽ അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്നതായിരിക്കും ഫീറ്റസ്. നോർമൽ ഫീറ്റസ് അല്ലേ? റിയാക്റ്റീവ് അല്ലെങ്കിൽ നോർമൽ നെഗറ്റീവ് NST എന്ന് പറയുമ്പോൾ ഫീറ്റിന്റെ മൂവ്മെന്റ് നടക്കുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ടോ? ഉണ്ടോ? മൂവ്മെന്റ് നടക്കുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടുന്നില്ലേ? കൂടുന്നുണ്ട്. നോർമൽ ആണ്. ഫീറ്റ് കറക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ് കൃത്യമായി തന്നെ കൂടുന്നുണ്ട്. ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അവിടെ. പ്രശ്നമുണ്ടോ? ഉണ്ടോ? ഇല്ല. ക്ലിയർ? ഇനി അബ്നോർമൽ ആണെങ്കിലോ? അബ്നോർമൽ എന്തായിരിക്കും? ഫസ്റ്റ് 20 നിമിഷം നോക്കിയിട്ടും ഇപ്പൊ ഹാർട്ട് റേറ്റിന് ഒരു ആക്സിലറേഷൻ കിട്ടുന്ന വിളിക്കാം. ഫസ്റ്റ് 20 നിമിഷം നോക്കിയിട്ടും ഹാർട്ട് റേറ്റ് കൂടുന്നില്ല.
നോൺ റിയാക്റ്റീവ് അല്ലേ? ആക്സിലറേഷൻ ഇല്ല. ഹാർട്ട് ബീറ്റ് എപ്പോഴും 50 ബീറ്റ്സ് താഴെ ഉള്ളൂ, 50ക്ക് താഴെ ഉള്ളൂ, 15 ബീറ്റ്സ് താഴെ ഉള്ളൂ എന്ന് വിളിക്കാം. ഹാർട്ട് ബീറ്റ് കൂടുതലില്ല. നോർമൽ 20 ഫസ്റ്റ് വരണം, പക്ഷെ ഒരു 15 താഴെ ഉള്ളൂ. 20 വരണം, കൂടുന്നില്ല. 20 വരണം, കൂടുന്നില്ല. എന്ത് വിളിക്കാം? 15 താഴെ എന്ത് വിളിക്കാം? കൂടുന്നില്ല എന്ന് വിളിക്കാം. 20 നിമിഷം നോക്കി, 40 നിമിഷം നോക്കി, നോക്കിയിട്ടും ഹാർട്ട് റേറ്റ് എപ്പോഴും 50ക്ക് താഴെയാണ്. എന്തായിരിക്കും? റിയാക്റ്റീവ് ആണോ നോൺ റിയാക്റ്റീവ് ആണോ? ഫസ്റ്റ് 20 നിമിഷം നോക്കി 50 ബീറ്റ്സ് താഴെയാണ്. അടുത്ത 40 നിമിഷം നോക്കി വീണ്ടും താഴെയാണെങ്കിൽ നോൺ റിയാക്റ്റീവ് ആണോ റിയാക്റ്റീവ് ആണോ? ഇറ്റ് ഈസ് നോൺ റിയാക്റ്റീവ് അല്ലെങ്കിൽ അബ്നോർമൽ നോൺ സ്ട്രെസ് അല്ലേ? നോൺ റിയാക്റ്റീവ് അല്ലെങ്കിൽ അബ്നോർമൽ അല്ലേ? 20 നിമിഷം നോക്കി, 40 നിമിഷം നോക്കി, അപ്പോഴും 50 ബീറ്റ്സ് താഴെ. എന്താ? ഹാർട്ടിന്റെ ആക്സിലറേഷൻ ഇല്ല, ആക്സിലറേഷൻ കുറവാണ്, താഴെയുള്ളൂ. 50ക്ക് താഴെ ഉള്ള എന്തായിരിക്കും? നോക്കിയപ്പോ കൂടുന്നില്ല. ഫസ്റ്റ് 20 നിമിഷം നോക്കി, വീണ്ടും 20 നിമിഷം നോക്കി, കൂടുന്നില്ല. എന്തായിരിക്കും ഇവിടെ? പറഞ്ഞ സിമ്പിളാ കാര്യം. ഫസ്റ്റ് 20 നിമിഷം നോക്കി 50 താഴെ ഉള്ളൂ, വെറും 15 താഴെ ഉള്ളൂ. അടുത്ത 20 നിമിഷം നോക്കും, 40 നിമിഷമായിട്ടും 50ക്ക് താഴെയാണ്, 15 ബീറ്റ്സ് താഴെയാണെങ്കിൽ നമുക്ക് നോൺ റിയാക്റ്റീവ് സ്ട്രെസ് ടെസ്റ്റ് വിളിക്കാം. എന്തായിരിക്കും ആ 15 താഴെ എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം? എന്താ അവിടെ? ഫീറ്റസിന് കൃത്യമായിട്ട് ഓക്സിജൻ കിട്ടുന്നില്ല അല്ലേ? 50 താഴെ, 15 താഴെ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് കൃത്യമായി ഓക്സിജൻ കിട്ടുന്നില്ല. കുട്ടി ഫീറ്റൽ ഡിസ്ട്രെസ്സിലോട്ട് പോകുന്നില്ലേ? അല്ലേ? പോകുന്നില്ലേ? പോകുന്നുണ്ട്. ക്ലിയർ? കിട്ടിയോ? ആ ടെസ്റ്റിന് കിട്ടിയോ? റിയാക്റ്റീവ് ആൻഡ് നോൺ റിയാക്റ്റീവ് കിട്ടിയോ? ആ ടെസ്റ്റിന് കിട്ടിയല്ലോ. റിയാക്റ്റീവ് നോൺ റിയാക്റ്റീവ് എപ്പോഴും എക്സാമിൽ ചോദിക്കുന്നതാണ്. അത് NST എപ്പോഴും എക്സാമിൽ ചോദിക്കുന്നതാണ്. മനസ്സിലാക്കാം. ഇനി NST ചെയ്തു. NST ചെയ്തപ്പോൾ അബ്നോർമൽ ആണെങ്കിൽ, വീണ്ടും പഠിക്കാൻ പോകുന്ന കാര്യം, NST ചെയ്തപ്പോൾ അബ്നോർമൽ ആണെങ്കിൽ വീണ്ടും ഏതെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പറയും? NST ചെയ്തപ്പോൾ അബ്നോർമൽ ആണ്, നോൺ സ്ട്രെസ് ടെസ്റ്റ് ചെയ്തപ്പോൾ അബ്നോർമൽ ആണെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്യാൻ പറയും. എന്താ? അഡ്വൈസ് ടു ഡു എന്താ? കോൺട്രാക്ഷൻ സ്ട്രെസ് ആണോടെ? NST ചെയ്തപ്പോൾ അബ്നോർമൽ ആണ്. NST ചെയ്തപ്പോൾ അബ്നോർമൽ ആണെങ്കിൽ അടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറയും. അബ്നോർമൽ ആണെങ്കിൽ മാത്രം എന്ത് അഡ്വൈസ് ചെയ്യും? അബ്നോർമൽ ആണെങ്കിൽ മാത്രം നമ്മൾ കോൺട്രാക്ഷൻ സ്ട്രെസ് ടെസ്റ്റ് പെർഫോം ചെയ്യാൻ പറയും. അടുത്ത 11ാമത്തെ കാര്യമാണ് അല്ലേ? 10ാമത്തിൽ NST ചെയ്തു, അത് അബ്നോർമൽ ആണെങ്കിൽ അബ്നോർമൽ എന്ത് ചെയ്യും? നമ്മൾ കോൺട്രാക്ഷൻ സ്ട്രെസ് ടെസ്റ്റ് ചെയ്യാൻ പറയും. എന്താ ഇത്? എന്താണ്? ഇവിടെ ഹാർട്ട് റേറ്റ് നോക്കുന്നതാണോ? ഹാർട്ട് റേറ്റ് നോക്കുന്നതാണോ? അത് യൂട്രൈൻ സ്റ്റിമുലേഷൻ ആണോ? ഇവിടെ എന്താ? യൂട്രൈൻ ആക്ടിവിറ്റി നോക്കാറുണ്ട്. ഇവിടെ എല്ലാ 20 നിമിഷത്തിലെ എല്ലാ 20 നിമിഷത്തിൽ യൂട്രൈൻ ആക്ടിവിറ്റിയും ഫീൽ ഹാർട്ട് റേറ്റ് നോക്കാറുണ്ടോ? പറഞ്ഞുതരാം. ആണോ? യൂട്രസിനെ സ്റ്റിമുലേഷൻ കൊടുത്തുകൊണ്ട് യൂട്രൈൻ ആക്ടിവിറ്റിയും ഫീൽ ഹാർട്ട് റേറ്റ് നോക്കാറുണ്ടോ? യൂട്രസിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് യൂട്രൈൻ ആക്ടിവിറ്റിയും ഫീൽ ഹാർട്ട് റേറ്റ് നോക്കാറുണ്ടോ? അതല്ലേ കോൺട്രാക്ഷൻ സ്ട്രെസ് ടെസ്റ്റ് അല്ലെ? അവിടെ കോൺട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി എന്തോ ഒന്ന് കൊടുക്കാറുണ്ട്. എന്തായിരിക്കും? അഡ്മിനിസ്റ്റർ ഡയലൂട്ട് ആയിട്ട് എന്താ? ഡയലൂട്ട് ഉണ്ടോ? ഓക്സിറ്റോക്സിൻ ആണോ? ഓക്സിറ്റോക്സിൻ ഡയലൂട്ട് കൊടുക്കാറില്ലേ? ഓക്സിറ്റോക്സിൻ ഡയലൂട്ട് ചെയ്ത് കൊടുത്ത ശേഷം യൂട്രസിന്റെ ആക്ടിവിറ്റിയും ഹാർട്ട് റേറ്റും 20 നിമിഷം റെക്കോർഡ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്ത ഓക്സിറ്റോക്സിൻ ഡയലൂട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഈ പറഞ്ഞ ഹാർട്ട് റേറ്റും യൂട്രൈൻ ആക്ടിവിറ്റിയും 20 നിമിഷം നോക്കി ടെസ്റ്റ് ചെയ്ത കോൺട്രാക്ഷൻ സ്ട്രെസ് ടെസ്റ്റ് അല്ലേ? ഈ പറഞ്ഞ ഓക്സിറ്റോക്സിൻ അല്ലെങ്കിൽ വെറുതെ കൊടുക്കാറുണ്ടോ? ഓക്സിറ്റോക്സിൻ കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇത് നിപ്പിൾ സ്റ്റിമുലേഷൻ കൊടുക്കാറുണ്ടോ? ഓക്സിറ്റോക്സിൻ അല്ലെങ്കിൽ നിപ്പിൾ സ്റ്റിമുലേഷൻ കൊടുക്കാറുണ്ടോ? ഓക്സിറ്റോക്സിൻ അല്ലെങ്കിൽ നിപ്പിൾ സ്റ്റിമുലേഷൻ കൊടുക്കാറില്ലേ? അതും കൊടുക്കാറുണ്ട്. ഓക്സിറ്റോക്സിൻ അല്ലെങ്കിൽ നിപ്പിൾ സ്റ്റിമുലേഷൻ കൊടുക്കാറുണ്ട്. കോൺട്രാക്ഷൻ സ്ട്രെസ് ടെസ്റ്റ് നോക്കാൻ വേണ്ടി
യൂട്രൈൻ ആക്ടിവിറ്റിയും പിന്നെ ഹാർട്ട് റേറ്റും 20 നിമിഷം നോക്കാൻ വേണ്ടി ഓക്സിറ്റോക്സിൻ കൊടുക്കും, അല്ലെങ്കിൽ നിപ്പിൾ സ്റ്റിമുലേഷൻ കൊടുക്കും. ചോദ്യം വരുന്നത് എത്ര സമയം അണ്ടിൽ ഒരു പാൽപ്പബിൾ ആയിട്ടുള്ള കോൺട്രാക്ട് എന്ന് പറയാണോ? യൂട്രൈൻ കോൺട്രാക്ട് സ്റ്റിമുലേറ്റ് ചെയ്തു, ഒന്നുകിൽ ഓക്സിറ്റോക്സിൻ കൊടുത്തു, ഈ പറഞ്ഞ യൂട്രൈൻ കോൺട്രാക്ട് സ്റ്റിമുലേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിപ്പിൾ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് 40 സെക്കൻഡ് വരെ കോൺട്രാക്ഷൻ കിട്ടുമെന്ന് നോക്കാറുണ്ടോ? 40 സെക്കൻഡ് ഡ്യൂറേഷൻ വരെ കോൺട്രാക്ഷൻ കിട്ടുന്നുണ്ടോ നോക്കാറുണ്ടോ? ആണല്ലേ? ശരിയല്ലേ? അല്ലേ? ശരിയല്ലേ? ആദ്യം യൂട്രൈൻ കോൺട്രാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഓക്സിറ്റോക്സിൻ കൊടുത്ത് സ്റ്റിമുലേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിപ്പിൾ സ്റ്റിമുലേഷൻ കൊടുത്തു. 40 സെക്കൻഡ് വരെ യൂട്രൈൻ കോൺട്രാക്ഷൻ കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ ഈ പറഞ്ഞ കോൺട്രാക്ഷൻ സ്ട്രെസ് ടെസ്റ്റിൽ നോക്കുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് ചോദ്യം എന്തിനു വേണ്ടിയാ, എന്ത് കൊടുക്കും, എന്തിനാ ചെയ്യുന്നത്, എത്ര സെക്കൻഡാ? ഓക്സിറ്റോക്സിൻ കൊടുക്കും, നിപ്പിൾ സ്റ്റിമുലേറ്റ് ചെയ്യും, ഈ പറഞ്ഞ യൂട്രൈൻ കോൺട്രാക്ഷൻ നോക്കും, 20 മിനിറ്റ് നോക്കാറുണ്ട്, 40 സെക്കൻഡോളം കോൺട്രാക്ഷൻ കിട്ടുന്നുണ്ടോ എന്നാണ് നോക്ക്. കിട്ടിയോടെ? എന്തിനു വേണ്ടിയാ ചെയ്തത്? എന്തിനു വേണ്ടിയാ? ഇപ്പൊ ഫീറ്റസിന്റെ ഓക്സിജൻ നോക്കാൻ വേണ്ടിയാണോ? എന്തിനാ നമ്മൾ കോൺട്രാക്ട് ചെയ്യുന്നത്? കോൺട്രാക്ട് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാ. ഫീറ്റസിന്റെ ഓക്സിജനേഷനും പ്ലാസന്റെ ഫംഗ്ഷൻ അറിയാൻ വേണ്ടിയല്ലേ? നേരത്തെ പറഞ്ഞ അതേ കാര്യം, ഫീറ്റസിന്റെ ഓക്സിജനേഷനും പ്ലാസന്റെ ഫംഗ്ഷൻ അറിയാൻ വേണ്ടിയല്ലേ? അല്ലേ? ഫീറ്റസിന്റെ ഓക്സിജനേഷനും പ്ലാസന്റെ ഫംഗ്ഷനും അല്ല അറിയാൻ വേണ്ടിയല്ലേ? ഹാർട്ട് റേറ്റ് നോക്കാറുണ്ടോ? ഹാർട്ട് റേറ്റ് നോക്കുന്നില്ലേ? ഹാർട്ട് റേറ്റ് നോക്കുന്നില്ലേ? ഇതിന്റെ നെഗറ്റീവ് ആണെങ്കിൽ നോർമൽ ആണോ? കോൺട്രാക്ഷൻ ചെയ്തു, ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ നോർമൽ അല്ലേ? കോൺട്രാക്ഷൻ ടെസ്റ്റ് ചെയ്തു നെഗറ്റീവ് ആണെങ്കിൽ നോർമൽ ആണ്. പോസിറ്റീവ് ആണെങ്കിലോ അബ്നോർമൽ അല്ലേ? നെഗറ്റീവ് ആണെങ്കിൽ നോർമലും പോസിറ്റീവ് ആണെങ്കിൽ അബ്നോർമൽ അല്ലേ? ശരിയല്ലേ? അല്ലേ? ചോദിച്ചോട്ടെ ഒരു ചോദ്യം. പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു, പോസിറ്റീവ് ആണെങ്കിൽ ഹാർട്ട് റേറ്റ് കുറവല്ലേ? ഹാർട്ട് റേറ്റ് എപ്പോഴും ഒരു ബേസ് ലൈൻ താഴെയല്ലേ, കൂടുന്നില്ല. പോസിറ്റീവ് ആണ്, ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അബ്നോർമൽ ആണ്. ഹാർട്ട് റേറ്റ് എന്താണ്? ഒരു ബേസ് ലൈനേക്കാൾ എപ്പോഴും താഴ്ഭാഗത്തായിരിക്കും അല്ലേ? ക്ലിയർ? ടെസ്റ്റ് ഫുള്ള് ക്ലിയർ ആയോ? ഇന്ന് പഠിച്ചത് ടെസ്റ്റ് ഫുള്ള് ക്ലിയർ ആയോ? ഇത് ഇന്നലെ രാത്രി പഠിക്കേണ്ട കാര്യം, കാര്യമാണ്. ഫുള്ള് ക്ലിയർ ആയോടെ? ഫുൾ ടെസ്റ്റ് ഒരു ചോദ്യം ഇല്ലേ, ഒരു മാർക്ക് എപ്പോഴും ചോദ്യം വരും. ക്ലിയർ ആയോ എല്ലാവർക്കും? എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഇന്നത് പഠിപ്പിച്ചാൽ മനസ്സിലായത്? പഠിക്കുക, ചോദ്യം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് എത്ര മണിക്ക് വേണം? 7 വെക്കട്ടെ? 7 വെക്കട്ടെ? നെക്സ്റ്റ് ക്ലാസ് 7 വെക്കട്ടെ? നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. 7 ഓക്കെ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ് 7 PM നൈറ്റ് രാത്രി. Bye. Thanks. Bye.